ഹേ ഓൾ, ഇറ്റ്സ് മീ യുവർ ബിഗ് ബ്രോ. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പ്യൂരിറ്റീസ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസ് ആണ്. സോ ഒരു കാര്യം പറയാം, നിങ്ങളൊരു ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചിക്കൻ കറിയിൽ എക്സ്ട്രാ നമ്മൾ കുറച്ച് പച്ചക്കറി ഇടുവാണ്. ഇപ്പോൾ കോളിഫ്ലവർ അല്ലെങ്കിൽ കുറച്ച് കായ വറുത്തത് ഇടുവാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് ചിക്കൻ കറിയുടെ ഇമ്പ്യൂരിറ്റിയാണ്. ഇത് മാത്രമാണ് സംഭവം. ഇത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷെ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫാർമക്കോപ്പിയ, നമുക്ക് ഇത് സിലബസ് ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് വെറുതെ ക്ലാസ് കേട്ടിരുന്ന കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാകും കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്ന കോഴ്സ് കണ്ടന്റ് ആണ്. അവിടെ നമ്മൾ കൂടുതലായിട്ട് എന്താണ് ഇമ്പ്യൂരിറ്റീസ് ഇൻ ഫാർമസി എന്നുള്ള കാര്യം നോക്കുന്നു. 1 മിനിറ്റ് കളറാക്കിക്കോട്ടെ. സോ അവിടെ ഹിസ്റ്ററി ഓഫ് ഫാർമക്കോപ്പിയ, പിന്നെ സോഴ്സ് ആൻഡ് ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റി, പ്രിൻസിപ്പിൾ ഇൻവോൾവ് ഇൻ ദ ലിമിറ്റ് ടെസ്റ്റ്. സോ ലിമിറ്റ് ടെസ്റ്റ് ഇച്ചിരി പഠിക്കണം കേട്ടോ. ഇതിനകത്ത് ഈ ലിമിറ്റ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്താ മെൻഷൻ ചെയ്യുവാണ്. ബിക്കോസ് ലിമിറ്റ് ടെസ്റ്റിന് ഏതെങ്കിലും ഒന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടും എന്നുള്ളതാണ്. ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം, എക്സാമിനൊക്കെ കിട്ടിയെന്ന് വരാം. അതുകൊണ്ട് അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പഠിക്കാതിരിക്കരുത്. സോ ഞാൻ ഓരോന്നിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഓടിച്ച് എല്ലാവർക്കും പറഞ്ഞ് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. മേ ബി ഒരു 2 hours ഒക്കെ മേ ബി ക്ലാസ് പോയാലും എന്നൊന്നും പറയരുത്. ബിക്കോസ് അത്രയ്ക്ക് നമുക്കിത് പഠിക്കാനുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്തിലേക്ക് പോവാം? ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഫാർമക്കോപ്പി എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഫാർമക്കോപ്പി എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഒരു ബൈബിളും ഖുറാനും ഒക്കെ പോലെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മതഗ്രന്ഥങ്ങൾ പോലെ തന്നെയാണ്. എന്താണ് ഈ മതഗ്രന്ഥങ്ങൾ ഒരിക്കലും മാറില്ല അല്ലെ? എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഇപ്പൊ ഹിന്ദുക്കൾക്കാണെങ്കിൽ രാമായണം അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഖുറാൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നു. ഇതിനകത്തൊക്കെ നമ്മൾ കുറച്ച് പേർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്താറില്ല, അല്ലെങ്കിൽ അതുമായി പൊരുത്തപ്പെട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെയാണ് ഈ ഫാർമക്കോപ്പി ഉള്ളത്. ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ബുക്കാണ്. ഇത് ഫസ്റ്റ് സെമസ്റ്റർ ആയതുകൊണ്ടാണ് ഒരു കൈൻഡ് ഓഫ് ബുക്ക് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേനെ. സോ ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്നതാണ് കേട്ടോ. സോ ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമൊന്നും അല്ല. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാത്തിലും നമുക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻ അറിയണമല്ലോ. സോ ഇവിടെ ഫാർമക്കോപ്പിയ എന്ന് പറഞ്ഞാൽ ഫാർമക്കോപ്പിയനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഫാർമക്കോൺ എന്നും ആൻഡ് പോയിൻ എന്നും തിരിക്കാൻ പറ്റും. സോ ഫാർമക്കോൺ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഡ്രഗ്സ് അല്ലെങ്കിൽ മരുന്നുകൾ എന്നാണ്. ആൻഡ് പോയിൻ ആണെങ്കിൽ ടു മേക്ക് ഓർ ക്രിയേറ്റ്, ഉണ്ടാക്കുക അല്ലെങ്കിൽ മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഡ്രഗ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ് ഫാർമക്കോപ്പിയ എന്ന്. ഇനി നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾ ഫാർമക്കോപ്പിയുടെ സ്പെല്ലിംഗ് പഠിക്കുക. ബിക്കോസ് അത് തെറ്റിക്കാൻ പാടില്ല. ബിക്കോസ് നമ്മളൊരു ഫാർമസിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്താണ് ഫാർമക്കോപ്പിയുടെ സ്പെല്ലിംഗ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. PHARMA, ഇത് ഫാർമ അറിയാമല്ലോ, ഫാർമയാണെന്നറിയാം. ഇനി കോപ്പിയാണ്, കോപ്പ്. സോ COP, കോപ്പാണ്. കോപ്പ് ഒയ്യേ. സോ ഞാൻ പഠിക്കുന്നത് വെച്ചാൽ കോപ്പോയെ എന്നാണ് പറഞ്ഞു പഠിക്കുക. സോ ഫാർമക്കോപ്പോയെ എന്ന് പഠിക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. പിന്നെ ചില സമയത്തൊക്കെ സ്പെല്ലിംഗ് എഴുതുമ്പോൾ തെറ്റിപ്പോവും എക്സാമിനൊക്കെ. ഈ ഫാർമക്കോപ്പി എന്ന് ഈ ഒരു സംഭവം നമ്മൾ എഴുതിക്കുമ്പോൾ തെറ്റിക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് മനസ്സിലാവും ഈ ചെറുക്കനൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ പെങ്കൊച്ചൊന്നും അറിയില്ലെന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചാൽ കേഴ്സി ലെറ്ററിൽ എഴുതും. ഇങ്ങനെ എഴുതും, കോപ്പോയെന്ന് എഴുതും. ഇതിലേതാ എന്ന് മനസ്സിലാവാത്തതുകൊണ്ട് മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയുള്ള കുഞ്ഞു ട്രിക്കൊക്കെ നമുക്ക് പറഞ്ഞുതരാം. സോ ഫാർമക്കോപ്പി എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും കേട്ടോ. ഒരു ഡ്രഗിനെ പറ്റി അല്ലെങ്കിൽ മരുന്നിനെ പറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ടുകൾ എങ്ങനെയാണെന്നുണ്ടായിരിക്കും, അതിന് അല്ലെങ്കിൽ സ്പെസിഫിക് ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുണ്ടായിരിക്കും. ഒരു മരുന്നുമായി സംബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന യൂസുകൾ, അങ്ങനെയുള്ള എവറിത്തിങ് വിൽ ബി ദെയർ ഇൻ ദി ഫാർമക്കോപ്പി ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് പ്ലീസ് നോട്ട് ദാറ്റ് ഓരോ കൺട്രി ഓരോ ഫാർമക്കോപ്പിയാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ USA ആണെങ്കിൽ USA ഒരു ഫാർമക്കോപ്പി ഉണ്ട്. ആൻഡ് ഇറ്റ് വോണ്ട് ബി കംപ്ലൈൻ വിത്ത് ഇന്ത്യൻ ഫാർമക്കോപ്പി, അല്ലെങ്കിൽ ഇന്ത്യൻ ഫാർമക്കോപ്പി പോലെ ആകണം അത് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നൊന്നുമില്ല. നമുക്ക് ഇന്ത്യൻ ഫാർമക്കോപ്പി ഉണ്ട്, പിന്നെ ബ്രിട്ടീഷ് ഫാർമക്കോപ്പി ഉണ്ട്. അപ്പൊ ഈ ഫാർമക്കോപ്പികളുടെ ആവശ്യം എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതായത് ഫാർമക്കോപ്പിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റം വരാൻ പാടില്ല. ഇപ്പോൾ മലപ്പുറത്ത് ഒരു മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, there is a manufacturing company at Malappuram and another manufacturing company at Trivandrum. So I am making
പാരസെറ്റമോൾ. സോ ഞാൻ പാരസെറ്റമോൾ എന്നൊരു മരുന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. സോ പാരസെറ്റമോൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വേണം, നമുക്ക് പാരസെറ്റമോൾ വേണം. ഇവിടെയും പാരസെറ്റമോൾ വേണം. ഈ രണ്ട് ഭാഗത്തും ഉണ്ടാക്കുന്ന പാരസെറ്റമോൾ എന്ന് പറയുന്നത് 500 mgയുടെ ഗുളികയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 250 mg പാരസെറ്റമോളും ബാക്കി ഞാൻ കുറച്ച് മാവും ചേർക്കുവാണ്, ഫ്ലോറും കൂടെ ചേർക്കുവാണെന്ന് വെക്കുക. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, 500 mg പാരസെറ്റമോളും പ്ലസ് അതിൻ്റെ കൂടെ ഞാൻ വേറെ എന്തെങ്കിലും ഇപ്പോൾ ലാക്ടോസോ അല്ലെങ്കിൽ സൂക്രോസോ പോലെ എന്തെങ്കിലും ഒരു സാധനം കൂടെ ഒരു 30 mg ചേർക്കുവാണ്. സോ ഈ രണ്ട് കമ്പോസിഷൻ നോക്കുവാണെങ്കിൽ ദീസ് ടു ആർ ഡിഫറെൻറ്റ്, അല്ലെ, സെയിം അല്ല. സോ എപ്പോഴാണ് നമുക്ക് ഫാർമകോപ്പിയുടെ യൂസ് വരുന്നത്? അതായത് ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിൻ്റെ കമ്പോസിഷന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഡ്രഗിൻ്റെ കമ്പോസിഷൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വാല്യൂ വേണം എന്ന് നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്ത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് പറയുക എന്ന് വെച്ചാൽ. നമുക്കിത് എന്താണ് അല്ലെങ്കിൽ എന്താണ് ഫാർമകോപ്പിയ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലായത് പണ്ടത്തെ ഒരു ഫാർമകോപ്പിയുടെ ഫോട്ടോയാണ്. സോ the term pharmacopoeia is derived from the Greek word pharmakon and poiein. So drug to make or create. ഞാൻ പറഞ്ഞ കാര്യമാണ്. ഫാർമകോപ്പിൽ എന്തൊക്കെയാണ്? ബുക്ക് കണ്ടെയ്ൻ ഡിറക്റ്റ് ഫോം ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സാമ്പിൾസ്, പ്രിപ്പറേഷൻ ഓഫ് കോമ്പൗണ്ട് മെഡിസിൻ ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊരു അതോറിറ്റി, ഒരു ഗവൺമെന്റ് അതോറിറ്റി. നമുക്കിപ്പോൾ ഞാൻ വിചാരിക്കുവാണ് നാളെ പോയി ഞാനൊരു ഫാർമകോപ്പി ഉണ്ടാക്കാൻ നടക്കുന്ന കാര്യമല്ല. ഒരു ഗവൺമെന്റ് അതോറിറ്റി അണ്ടറിലാണ് ഉണ്ടാക്കാം. മെഡിക്കൽ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, എന്താണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഞാൻ പെൻ എടുത്തപ്പോൾ തിരിഞ്ഞു പോയി. 1 minute. ഓക്കെ, ഹൈലൈറ്റർ. ഓക്കെ, സോ പബ്ലിഷ് അണ്ടർ ദ അതോറിറ്റി ഓഫ് എ ഗവൺമെന്റ് ഓർ എ മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി. ഇത് വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല, മനസ്സിലാക്കി വെക്കുക. ഓരോ കൺട്രിക്കും ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, അതിന്റെ മെഡിസിൻസ്, റോ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ മാനുഫാക്ചറിന്റെ രീതി, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ, ഇതിനുമൊക്കെ ഓരോ രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സുകളുണ്ട്. അത് ഓരോ രാജ്യത്തിനും ഓരോ രീതിയിലാണ് വരുന്നത്. എല്ലാ രാജ്യവും ഒരുപോലെയൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസും അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഇൻഡിവിജ്വൽ കാര്യങ്ങളും എല്ലാം ഈ ഫാർമകോപ്പിയക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബുക്കിനെ, ഇതെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ബുക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫാർമകോപ്പിയ എന്ന് പറയാം. ഓക്കെ, സോ ഫാർമകോപ്പിയ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത് എന്തൊക്കെ ടൈപ്പ് ഫാർമകോപ്പിയകൾ ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ഫാർമകോപ്പിയകൾ എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് അതിനെ പറ്റി അറിയേണ്ട ആവശ്യമുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഹിസ്റ്ററി ഓഫ് ഫാർമകോപ്പിയ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഇന്ത്യൻ ഫാർമകോപ്പിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എഴുതുന്ന ഷോർട്ട് ഫോം ആണ്. കുറച്ച് ഷോർട്ട് ഫോം പഠിക്കണം കേട്ടോ. ഇന്ത്യൻ ഫാർമകോപ്പിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുക IP എന്നാണ്. ഇപ്പൊ ചില മരുന്നുകളൊക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം പാരസെറ്റമോളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന മരുന്നാണ്. സോ പാരസെറ്റമോൾ IP 500 mg അല്ലെങ്കിൽ BP 500 mg എന്ന് മിക്കവാറും കാണും. നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ മരുന്നുണ്ടെന്നെങ്കിൽ ഓടിപ്പോയി നോക്കുക. എന്നിട്ട് IP എന്നോ അല്ലെങ്കിൽ BP എന്നോ അല്ലെങ്കിൽ BPC എന്നോ അല്ലെങ്കിൽ USP എന്നോ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇത് ഏത് ഫാർമകോപ്പിയയുടെ അല്ലെങ്കിൽ ഏത് ഫാർമകോപ്പിയിൽ പറയുന്ന മോണോഗ്രാംസുകളും സ്റ്റാൻഡേർഡ്സും വെച്ച് ഉണ്ടാക്കി എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോമുകളാണ്. ഓക്കെ, ഇനി അത് മനസ്സിലായിക്കോണം. സോ നമുക്ക് ഇന്ത്യൻ ഫാർമകോപ്പി IP ആണ്. ഇന്ത്യൻ ഫാർമകോപ്പി നമുക്ക് പഠിക്കാനുണ്ട്, ബിക്കോസ് അവിടെ നിന്ന് ചോദ്യങ്ങൾ മിക്കവാറും വരും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയേണ്ടത് എന്താണ് ബ്രിട്ടീഷ് ഫാർമകോപ്പിയ. എന്താണ് ബ്രിട്ടീഷ് ഫാർമകോപ്പിയ എന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട്. BP എന്നാണ് പറയാട്ടോ, BP. സോ ഇത് ഉണ്ടാക്കുന്നത് 1864 കേട്ടോ. ഫസ്റ്റ് ഇന്ത്യൻ ഫാർമകോപ്പി ഇറക്കുന്നത് 1864. നമുക്ക് ഈ ബ്രിട്ടീഷ് ഫാർമകോപ്പിക്ക് ഇന്ത്യക്കാരുമായി ഒരുപാട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ബ്രിട്ടീഷ് പഠിക്കുന്നത്. ഇന്ത്യൻ പോലും പഠിക്കാതെ നമ്മൾ ഫസ്റ്റ് ബ്രിട്ടീഷ് പഠിക്കുന്ന റീസൺ വെച്ചാൽ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടിരുന്നത് ബ്രിട്ടീഷ് ഫാർമകോപ്പി ആയിരുന്നു. അതുകൊണ്ടാണ് അതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളത്. അതിനകത്ത് ഒരുപാട് മോണോഗ്രാംസ് ഉണ്ട്. സോ മോണോഗ്രാംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോരോ ചാപ്റ്റർ വൈസ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോരോ സബ് ഡിവിഷൻസ് പോലെ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് തന്നെ ഒരുപാട് പറയുന്നുണ്ട്. ബെൻസോയിക് ആസിഡ്, ഗാലിക് ആസിഡ്, ടാറ്ററിക് ആസിഡ് എല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യം, നമുക്കത് ക്ലാസ് വരുമ്പോൾ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. സോ ഇത്രയേ ഉള്ളൂ ബ്രിട്ടീഷ് ഫാർമകോപ്പി പറ്റി പഠിക്കാൻ. നിങ്ങൾക്ക് ഫാർമകോപ്പിനെ പറ്റി പഠിക്കാൻ വേറെ ചാപ്റ്റേഴ്സിലുണ്ട്, അതുകൊണ്ട് നമ്മൾ അധികം പഠിക്കേണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് തൊട്ടു പോകത്തേ ഉള്ളൂ. സോ ഇനിയാണ് നമ്മുടെ
നടന്നു വരുന്നത് ആരാണ്? ഇന്ത്യൻ ഫാർമക്കോപ്പിയ. ഇന്ത്യൻ ഫാർമക്കോപ്പി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ തന്നെയാണ് എന്താണ് ഇന്ത്യൻ ഫാർമക്കോപ്പി വരുന്നത്. പക്ഷെ അതിനകത്ത് സബ് ഡിവിഷൻസ് കമ്മിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മിറ്റി ഉണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ അണ്ടറിൽ. ആരുണ്ട്? ഓക്കെ, അത് പടം വരച്ച് പഠിപ്പിക്കാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നോക്കട്ടെ. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ അണ്ടറിൽ ആരുണ്ട്? നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു പെർമനന്റ് ഇന്ത്യൻ കോപ്പിയൻ കമ്മിറ്റി ഉണ്ട്. ഓക്കെ, എനിക്കിപ്പോഴും തെറ്റിപ്പോവും. പണ്ടൊക്കെ നമുക്ക് ലിമിറ്റ് ടെസ്റ്റ് ഒക്കെ ലാബിൽ ചെയ്യുമ്പോൾ നമുക്ക് വേണം ഇറ്റ് കംപ്ലൈസ് വിത്ത് ഇന്ത്യൻ ഫാർമക്കോപ്പിയ നമുക്ക് എഴുതി വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ സ്പെല്ലിംഗ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പം സ്പോട്ടിൽ നമുക്ക് മാർക്ക് കുറയ്ക്കും. അതുകൊണ്ട് പണ്ടൊക്കെ പഠിക്കുമായിരുന്നു, ഇപ്പം അത് സ്പെല്ലിംഗ് ഒക്കെ വിട്ടുപോയി. സോ ഈ ഇന്ത്യൻ ഫാർമക്കോപ്പിയ നമുക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ കമ്മിറ്റി ചെയ്യുന്നത് 1948 അണ്ടർ ചെയർമാൻഷിപ്പ് ഓഫ് RN ചോപ്ര. ഓക്കെ, RN ചോപ്ര. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് ഈ പഠിക്കുമ്പോൾ മാത്രമല്ല, നമുക്ക് ആഫ്റ്റർ ദ ഫാർമ ലൈഫ്, നമുക്കിപ്പോൾ ബേസിക് ആയിട്ട് വരെ നിങ്ങൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം RN ചോപ്ര കമ്മിറ്റിയുടെ അണ്ടറിലാണ് ഫസ്റ്റ് ഇന്ത്യൻ ഫാർമക്കോപ്പിയ 1948 ഫോർമുലേറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ പിന്നെ ഇന്ത്യൻ ഫാർമക്കോപ്പിയ ലബോറട്ടറി, അതായത് നമുക്ക് ഈ ഇന്ത്യൻ ഫാർമക്കോപ്പിയിൽ വെറും മരുന്നുകൾ മാത്രമല്ല, അതിനകത്ത് തന്നെ അണ്ടറിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യൻ ഫാർമക്കോപ്പിയ ലബോറട്ടറി, ഇന്ത്യൻ ഫാർമക്കോപ്പിയ ലബോറട്ടറി ഗസിയാബാദ്. ഓക്കെ, എവിടെയാണ്? ഗസിയാബാദ്, ഉത്തർപ്രദേശിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമ്മൾ ഈ നമ്മുടെ ലോസുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് ബേസിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മോണോഗ്രാഫ്സുകളും ബാക്കിയുള്ള സംഭവങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, എന്തൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഫാർമക്കോപ്പിയ ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം ഇതിൻ്റെ അണ്ടറിൽ ലോസ് കൊണ്ടുവന്നുള്ളതാണ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് എന്ന് പറയുന്നത്. DANS നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് പഠിക്കും. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 ആണ് വരുന്നത്. പിന്നെ അവിടെ നമുക്ക് എന്തൊക്കെ റിക്വയർമെന്റുകൾ വേണം അല്ലെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ കൂടുതലായിട്ട് പറയും. ഇപ്പം നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെ ഇരിക്കുവാണ് നമ്മൾ ഫസ്റ്റ് എഡിഷൻ ഇറക്കുന്നത്. എന്താണ് ഫസ്റ്റ് എഡിഷൻ ഇറക്കുന്നത്? ഫസ്റ്റ് എഡിഷൻ നമ്മൾ ഇറക്കുന്നത് 1955 നോക്കിക്കേ. 1948 പിന്നെ അവിടെ നമ്മൾ ലാബ് കഴിഞ്ഞ് 1940 റൂൾസ് ആൻഡ് 55 നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് എഡിഷൻ തന്നെ ഇറക്കുന്നു എന്നുള്ളതാണ്. അത് BN ഘോഷിന്റെ ചെയർമാൻഷിപ്പിലായിരുന്നു. ഫസ്റ്റ് എഡിഷൻ IP ഇറക്കുന്നത് BN ഘോഷ് ആണ് കേട്ടോ. BN ഘോഷിന്റെ അണ്ടറിലാണ് നമ്മൾ ഇറക്കുന്നത്. ആൻഡ് അറൌണ്ട് ഒരു 7 എഡിഷൻ വരെ നമ്മൾ പിന്നെ ഡിഫറെന്റ് പേഴ്സന്റെ പേരിൽ ഇറക്കാം. ഒന്നും പഠിക്കേണ്ട ആവശ്യം. നമ്മൾ ഈ ഫസ്റ്റ് എഡിഷനും പഠിക്കണം, പിന്നെ ആദ്യത്തെ ഫാർമക്കോപ്പിയൽ കമ്മിറ്റി ആരുടെ അണ്ടറിൽ ചെയർമാൻഷിപ്പിലാന്ന് പഠിക്കണം. ആൻഡ് ലേറ്റസ്റ്റ് എഡിഷൻ 2018 ഇത് മാറ്റം ഉണ്ട് കേട്ടോ. കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. ഇടയ്ക്ക് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഒക്കെ ഒമിഷനും അഡീഷനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും പറയുന്ന രീതിയിൽ ഇത് പഠിച്ചാൽ മതിയായിരിക്കും. PL സഹ അല്ലെങ്കിൽ സാഹയുടെ അണ്ടറിലാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ 2018 പ്രിപ്പയർ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്താ ഞാൻ പഠിപ്പിച്ചത്? ഇന്ത്യൻ ഫാർമക്കോപ്പിയയിൽ ഞാൻ പറഞ്ഞു ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ അണ്ടറിലാണ് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മിറ്റി 1918 കൊണ്ടുവന്നു. ഓക്കെ, ഒരു കമ്മിറ്റി കൊണ്ടുവന്നു. അത് RN ചോപ്രയുടെ അണ്ടറിലാണ്. അതിനുശേഷം ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ ലാബ് ഗസിയാബാദ് UP വന്നു. അവിടെ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് 1940 എസ്റ്റാബ്ലിഷിംഗിന്റെ അണ്ടറിലാണ് ഈ ഫസ്റ്റ് എഡിഷനും കാര്യങ്ങളും ഇറക്കിയത്. ഫസ്റ്റ് എഡിഷൻ 1955 BN ഘോഷിന്റെ അണ്ടറിൽ. ഇപ്പൊ ലേറ്റസ്റ്റ് 2018 PL സഹ ഓക്കെ അണ്ടറിലാണ് വരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂറോപ്യൻ ഫാർമക്കോപ്പിയാണ്. സോ ഇത് ഇന്ത്യൻ ഫാർമക്കോപ്പിക്ക് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സ്പേസ് എടുത്ത് ഞാൻ പഠിപ്പിച്ചത്. സോ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ നോട്ടിന് വേണ്ടി മാത്രം ഞാൻ എളുപ്പം എഴുതി തരാം. സോ ഹിസ്റ്ററി അല്ലേ, നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ഇന്ത്യൻ ഫാർമക്കോപ്പിയാണ് പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മിറ്റി കൊണ്ടുവന്നു. RN
ചോപ്രയുടെ അണ്ടറിൽ. ഏത് വർഷത്തിലാണ് കൊണ്ടുവന്നത്? നമ്മൾ 1948 കൊണ്ടുവന്നത്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ ഒരു ഇന്ത്യൻ ഫാർമക്കോപ്പിയ ലാബ് കൊണ്ടുവന്നു. എവിടെയാണ് വരുന്നത്? UP അല്ലേ? UP വരുന്നത്. ഗസിയാബാദ്, സോറി, ഉത്തർപ്രദേശിൽ ഗസിയാബാദിലാണ്. അവിടെ നമുക്ക് ഓൾറെഡി അറിയാം ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിന്റെ റൂൾ ഉണ്ട്. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് റൂള് 1940 ഉണ്ട്. അതിന്റെ റിക്വയർമെന്റ് വെച്ച് നമ്മളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് എഡിഷൻ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് എപ്പോഴാണ് വരുന്നത്? BN ഘോഷാണ് അല്ലേ? സോറി, BN ഘോഷിന്റെ അണ്ടറിലാണ് നമ്മൾ 1955 പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം ലേറ്റസ്റ്റ് 2018 ആരാണ്? PL സാഹ ആണ്. ഇതിനിടയിൽ നമുക്ക് ഒരു 7 എഡിഷനോളം നമ്മൾ പബ്ലിഷ് ചെയ്തു. അത് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് USP ആണ് പറഞ്ഞത് അല്ലേ? സോ USP യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പി ഞാൻ പറഞ്ഞു. സോ യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പി ഞാൻ മെൻഷൻ ചെയ്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ അത് 15th ഡിസംബറിൽ 1820 ഫസ്റ്റ് എഡിഷൻ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് എഡിഷൻ റിലീസ് ചെയ്തു കേട്ടോ. ഇത് ഞാൻ വിട്ടുപോയതാണ്. 1820 ഡിസംബറിൽ 15th ഡിസംബറിൽ 1820 ഫസ്റ്റ് എഡിഷൻ USP കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പിയാണ്. ഇത് വിട്ടുപോകണ റിലീസ്, സോറി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ BP ആണ്. 1864 കൊണ്ടുവന്നത്. അതിൽ ഒരുപാട് മോണോഗ്രാഫ്സുകളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് യൂറോപ്യൻ ഫാർമക്കോപ്പിയാണ്. ഇവിടെ നമുക്ക് എന്താണ് ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ യൂറോപ്പിന് വേണ്ടി ആവശ്യമുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെഡിസിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്കതിനകത്ത് കൂടുതലൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. ഇനി നമുക്കൊരു ഫാർമക്കോപ്പിയ ഉണ്ട്, ഇന്റർനാഷണൽ ഫാർമക്കോപ്പിയ. എന്താണ്? ഇന്റർനാഷണൽ ഫാർമക്കോപ്പിയ. സോ ഇന്റർനാഷണൽ ഫാർമക്കോപ്പിയ പബ്ലിഷ് ചെയ്യുന്നത് എപ്പോഴും ആയിരിക്കും? WHO ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുകളുമായി ബന്ധപ്പെട്ട് അതുമായി കാര്യങ്ങളായിരിക്കും അതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ പറയുന്നുണ്ടാവുക. ഇനി നമുക്ക് നോട്ടിലേക്ക് ഓരോന്നിട്ട് കിടക്കാം. സോ ഹിസ്റ്ററി ഓഫ് ഫാർമക്കോപ്പിയിൽ USP ആണ് ആദ്യം പറഞ്ഞ 1820 15th ഡിസംബറിലാണ് റിലീസ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ 1864 ഫസ്റ്റ് ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ പബ്ലിഷ് ചെയ്യുന്നു. അവിടെ ബെൻസോയിക് ആസിഡ്, ഗാലിക് ആസിഡ് ഇങ്ങനെയുള്ള കുറച്ച് മോണോഗ്രാഫ്സുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ ഫാർമക്കോപ്പിയാണ്. പെർമനന്റ് ഇന്ത്യൻ ഫാർമക്കോപ്പിയ 1948 അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് RN ചോപ്രയാണ്. Okay, establish the Indian Pharmacopoeia Laboratory at Ghaziabad, Uttar Pradesh to keep it up to date. Kanda. Drug and Cosmetic 1940 fulfilled all the requirement. First edition of IP was published in 1955 under chairmanship of BN Ghosh. Around 7 editions തന്നെ പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. ലേറ്റസ്റ്റ് എഡിഷൻ 2018 കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊന്നും നിങ്ങൾ തെറ്റിക്കരുത്. കാര്യം വർഷങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ എഴുതരുത് കേട്ടോ. ഒരിക്കലും നിങ്ങൾ വർഷങ്ങളോ ഇതൊന്നും തെറ്റിക്കരുത്. കാര്യം അറിയാമെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് പോകും. കാര്യം ഇതൊക്കെ നമുക്ക് സ്പെസിഫിക് ആയ കാര്യങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമുക്ക് അതുകൊണ്ട് ഒരു ഉപയോഗം വരില്ല എന്നുള്ളതാണ് കേട്ടോ. വെള്ളം കുടിക്കേണ്ടവരൊക്കെ വെള്ളം കുടിച്ചോളാം. ബിക്കോസ് വാട്ടർ വിൽ ഗീവ് യു എനർജി കേട്ടോ. സോ യൂറോപ്യൻ ഫാർമക്കോപ്പിയാണ് ഞാൻ പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ മെമ്പർ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്. അവിടെ ബേസിക്കലി കോമൺ സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി ഓഫ് മെഡിസിൻസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ ഫാർമക്കോപ്പി WHO ആണ് ഞാൻ പറഞ്ഞു ഉണ്ടാക്കുന്നത്. ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് ഫോർ എസ്പെഷ്യലി യൂസ്ഫുൾ ഫോർ ഡെവലപ്പിംഗ് കൺട്രി. ഇപ്പോൾ ചില ഡെവലപ്പിംഗ് കൺട്രീസ്, ഇപ്പം നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് അല്ലേ, ഡെവലപ്ഡ് അല്ല. ഡെവലപ്പിംഗ് കൺട്രീസിനൊക്കെ നമുക്കൊരു സ്റ്റാൻഡേർഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു WHO ഒക്കെ അവർ യൂസ് ചെയ്യാറുണ്ട്. WHO എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു അങ്ങനെ ഒരു ബോഡി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ഇതിനകത്ത് ഒരുപാട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് എന്റർടൈൻമെന്റ് ആവാൻ വേണ്ടി മാത്രമാണ് ആ ഫോട്ടോസ്. നോക്കണം എന്നൊരു നിർബന്ധമൊന്നും ഇല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കോളാം. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ എല്ലാ കോളേജിലും ഈ ഫാർമക്കോപ്പി എന്ന സാധനം ഉണ്ടായിരിക്കും. സോ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും അത് പോയി നോക്കുക. ഇല്ലെങ്കിൽ ഭയങ്കര മോശമാണ്. നിങ്ങൾ ഒരിക്കലും ഇത് കയ്യിലെടുത്ത് നോക്കുക. ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മോണോഗ്രാഫ്.
എന്താണ് മോണോഗ്രാഫ് എന്നാണ് പറയാൻ പോകുന്നത്. സോ മോണോഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഡ്രഗിനെ പറ്റി പറയുവാണ്, അല്ലെങ്കിൽ ഒരു ഫോർമുലേഷനെ പറ്റി പറയുവാണെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇൻക്ലൂഡിങ് ചെയ്യുന്ന ഒരു കമ്പോണന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ മോണോഗ്രാഫ് എന്ന് പറയുന്നത്. സോ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഡ്രഗിന്റെ അല്ലെങ്കിൽ ഒരു ഫോർമുലേഷന്റെ ഒക്കെ ഒരു കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അടങ്ങുന്ന ഒരു ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിനാണ് നമ്മൾ ഒരു മോണോഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും, പിന്നെ അസൈ ലിമിറ്റ്സുകൾ ഉണ്ടായിരിക്കും. അസൈ നമ്മൾ ചെയ്യുമല്ലോ, അസൈ ഒക്കെ ഉണ്ടായിരിക്കും. ലിമിറ്റ്സിൽ +2 ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ലിമിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, പിന്നെ ഉണ്ടാവുക, പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള റിക്വയർമെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഒരു മോണോഗ്രാഫ്, ഒരു ഇന്ത്യൻ ഫാർമക്കോപ്പിയുടെ മോണോഗ്രാഫ്, നമ്മൾ ഇന്ത്യൻ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ ഫാർമക്കോപ്പിയുടെ മോണോഗ്രാഫ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ടൈറ്റിലാണ്. എന്താണ് ഫസ്റ്റ് വൺ ഈസ് ടൈറ്റിൽ? ഇപ്പൊ എക്സാമ്പിൾ, നമ്മളൊരു മരുന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മളെല്ലാവരും ഇപ്പൊ നിങ്ങൾ അലിസന്റെ ലാബിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഒരു മരുന്നിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ്സ് നോക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഇന്റർനാഷണൽ നോൺ പ്രൊപ്രൈറ്ററി നെയിംസ്, അതായത് എന്താണ് INN എന്ന് പറയും. എന്താണ് ഇന്റർനാഷണൽ നോൺ പ്രൊപ്രൈറ്ററി നെയിംസ് എന്നാ ഇതിനെ പറയാം. ഓക്കെ, INN എന്ന് പറയും. സോ ഈ നെയിംസ് നമ്മൾ ബേസിക്കലി WHO അപ്രൂവ് ചെയ്ത നെയിമുകളുണ്ട്. അത് വെച്ച് നമ്മൾ നെയിം കൊടുക്കുവാണ് ചെയ്യുക. ഓക്കെ, ആ ഒരു ടൈറ്റിൽ നമ്മൾ കൊടുത്തു. അതിനുശേഷം അതിന്റെ കെമിക്കൽ ഫോർമുല. സോ കെമിക്കൽ ഫോർമുല എന്ന് നമുക്കറിയാം. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാൻ പോവാണ്. അപ്പം നമുക്കൊരു മരുന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു മരുന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു ഫോർമുലേഷൻ കണ്ടുപിടിക്കാം. നമുക്കൊരു ഫോർമുലേഷൻ പറയാം. ഇപ്പം ഞാൻ പറയാൻ പോവാണ് പാരസെറ്റമോളും പ്ലസ് അസിത്രോമൈസിൻ ഒരു ആന്റിബയോട്ടിക് ആണ്. പാരസെറ്റമോൾ വേദനയ്ക്ക് കൊടുക്കുന്നതാണ്. ഇതിന്റെ കോമ്പിനേഷൻ ഉണ്ടാക്കുവാണ്. ബേസിക്കലി നമുക്ക് ഇങ്ങനത്തെ കോമ്പിനേഷൻ ഉണ്ടെന്ന് സംശയമാണ്. ഇല്ലെന്ന് തോന്നുന്നു, ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പോവാണ്. സോ ടൈറ്റിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് നമുക്ക് ഇന്റർനാഷണൽ നോൺ പ്രൊപ്രൈറ്ററി നെയിം അല്ലേ. അപ്പോൾ എന്താ ഞാൻ കൊടുക്കാൻ പോകുന്നത്? പാരസെറ്റമോൾ അസിത്രോമൈസിൻ സസ്പെൻഷൻ എന്നും പറഞ്ഞാണ് ഞാനിത് വിൽക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇനി ഇതിന്റെ കെമിക്കൽ ഫോർമുല നമ്മൾ കൊടുക്കണം. നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കെമിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാരസെറ്റമോൾ അതിനകത്തുണ്ട്. അപ്പൊ പാരസെറ്റമോളിന്റെ ഒരു കെമിക്കൽ ഫോർമുല ഉണ്ട്. ആ കെമിക്കൽ ഫോർമുല നമ്മൾ എന്തെങ്കിലും കൊടുക്കണം. അതിന്റെ കൂടെ അസ്ട്രോമൈസിൻ ഉണ്ട്. അസ്ട്രോമൈസിന്റെ ഫോർമുലയും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. നമ്മൾ അതും കൊടുക്കുന്നു. അപ്പൊ ബേസിക്കലി കെമിക്കൽ സ്ട്രക്ചർ ആണ്. അത് നമ്മൾ എങ്ങനെയാ കൊടുക്കുക? നമുക്ക് കണക്കുണ്ട്. IUPAC നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കെമിസ്ട്രി പഠിച്ച കാര്യമാണ്. എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി നെയിംസ് ആണ് നമ്മൾ കൊടുക്കുക അല്ലെ. ആ ഒരു കെമിക്കൽ ഫോർമുല കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് അറ്റോമിക് ആൻഡ് മോളിക്കുലർ വെയിറ്റ്. എന്താണ്? അറ്റോമിക് ആൻഡ് മോളിക്കുലർ വെയിറ്റ് ഉറപ്പായിട്ടും കൊടുക്കണമല്ലോ അല്ലെ. അതിനകത്ത് നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ ടോപ്പ് റൈറ്റ് കോർണർ ഓഫ് ദ മോണോഗ്രാഫിലാണ് എപ്പോഴും നമ്മൾ അറ്റോമിക് ആൻഡ് മോളിക്കുലർ വെയിറ്റ് എപ്പോഴും കൊടുക്കുക. എന്താണ്? നമ്മൾ എപ്പോഴും ഒരു മോണോഗ്രാഫ് ആണെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള ഏറ്റവും മേലെ റൈറ്റ് ഹാൻഡ് കോർണറിലാണ് നമ്മൾ എപ്പോഴും മോണോഗ്രാഫ് നമ്മൾ എപ്പോഴും മെൻഷൻ ചെയ്യുക. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യുക. നമ്മൾ സ്പെസിഫിക് ആണ് എവിടെ വെക്കണം എന്നുള്ളത്. അപ്പം അറ്റോമിക് ആൻഡ് മോളിക്കുലർ വെയിറ്റ് നമ്മൾ കൊടുക്കണം നിർബന്ധമാണ്. പക്ഷെ നമ്മളത് കൊടുക്കുന്ന എവിടെയാണ്? ടോപ്പ് റൈറ്റ് ഹാൻഡ് കോർണറിൽ ഓഫ് മോണോഗ്രാഫിലാണ് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ടൈറ്റിൽ കൊടുത്തു, കെമിക്കൽ ഫോർമുല കൊടുത്തു, അറ്റോമിക് ആൻഡ് മോളിക്കുലർ വെയിറ്റ് കൊടുത്തു, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ബേസിക് തിങ്. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന ഡെഫിനിഷൻ. എന്താണ്? ഡെഫിനിഷൻ ആണ്. ഇവിടെ നമ്മൾ ഈ സബ്സ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യുവാണ്. ഞാൻ കൊടുക്കാൻ പോകുന്നത് പാരസെറ്റമോൾ അസ്ട്രോമൈസിൻ സസ്പെൻഷൻ ആണ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പോവാണ്. സോ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ എന്നെ പറയാം. ഇനി നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. ഇനി അതിനെന്ത് ചെയ്യണം? കാറ്റഗറൈസ് ചെയ്യണം. അതായത് കാറ്റഗറൈസ് ചെയ്യുമ്പം ഒന്നുകിൽ നമുക്ക് ഫാർമക്കോളജിക്കലി കൊടുക്കാം. ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മരുന്ന് നമ്മളെ ബോഡിയിൽ നമ്മൾ കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അബ്സോർപ്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, മെറ്റബോളിസം എങ്ങനെയാണ് എന്ന രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. തെറാപ്യൂട്ടിക്, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. എന്താണ്?
പാരസെറ്റമോൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ വേദനയ്ക്ക് പനിക്ക് കൊടുക്കുന്നതൊക്കെയാണ് അല്ലേ. ആന്റിപൈററ്റിക് ആണ്, പിന്നെ NSAID ആണ്, അസ്ത്രമൈസിൻ ആന്റിബയോട്ടിക് ആണ്. അപ്പൊ അതിന്റെ തെറാപ്യൂട്ടിക് എഫക്ട് ആണ്. ഒന്ന് നമ്മൾ ആന്റിബയോട്ടിക് ആണ്, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇപ്പൊ ആന്റിപൈററ്റിക്, നമുക്ക് വാട്ടെവർ എന്താണ് തെറാപ്യൂട്ടിക് എഫക്ട് നമ്മൾ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ അപ്ലിക്കേഷൻ കൊടുക്കാം. ഫാർമസ്യൂട്ടിക്കൽ അപ്ലിക്കേഷൻ കൊടുക്കാം. എനിക്കറിയാം നിങ്ങളിപ്പോൾ പുതിയ ആൾക്കാരാണ്, അപ്പൊ ഇത് കുറച്ച് കേൾക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. ബട്ട് സ്റ്റിൽ ഇത് എളുപ്പമുള്ള സംഭവമാണൊന്നും ഇല്ല, ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡോസ് ആണ്. ഡോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പല ഗുളികകൾക്കും പല ഡോസാണ്. അതായത് 500 mg കാണും, 250 mg കാണും, 10 mg കാണും അല്ലെ. അപ്പൊ നമുക്കൊരു ആവറേജ് റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ഉണ്ട്. സോ ബേസിക്കലി ഒരു അഡൾട്ടിന് എത്രയാണ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം ആലോചിക്കണം, നമുക്ക് അഡൾട്ടുകൾക്ക് എപ്പോഴും മരുന്നുകൾ ഒരുപാടുണ്ട്, പക്ഷെ കുഞ്ഞു കുട്ടികൾക്ക് മരുന്നുകളില്ല. പിന്നെ പ്രഗ്നന്റ് ആയ ലേഡികൾക്ക് മരുന്നുകളില്ല. ഈ പ്രഗ്നന്റ് ആയ ലേഡികൾക്കും കുഞ്ഞു കുട്ടികൾക്കും മരുന്നിന്റെ അളവ് അല്ലെങ്കിൽ മരുന്നുകളുടെ എണ്ണം കുറവാണ്. ബിക്കോസ് നമുക്ക് അവരിലൊന്നും സ്റ്റഡീസ് ചെയ്യാൻ പറ്റില്ല. ഹ്യൂമൻ സ്റ്റഡീസ് അഡൾട്ടിൽ നമുക്ക് പെട്ടെന്ന് പോസിബിൾ ആണ്. കാര്യം നമുക്ക് എന്താണ്, കുഞ്ഞു കുട്ടികളിൽ നമുക്ക് സ്റ്റഡീസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ലിമിറ്റേഷൻ. എന്തുകൊണ്ടാണ്? കുഞ്ഞു കുട്ടികൾക്ക് സംസാരിക്കാൻ അറിയില്ല, അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. വലിയ ആൾക്കാർക്ക് അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ട് പറഞ്ഞു തരാൻ പറ്റും. എന്നാൽ വലിയ ആൾക്കാരെ പോലുള്ള ശരീരപ്രകൃതമോ മെറ്റബോളിസമോ കുഞ്ഞു കുട്ടികൾക്ക് ഇല്ല എന്നുള്ളതാണ്. രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും അഡൾട്ടിന് സൂട്ടബിൾ ആയ ഒരു ആവറേജ് ഡോസ് റേഞ്ച് ആണ് എപ്പോഴും നമ്മൾ പറയുക കേട്ടോ. ഇനി യൂഷ്വൽ സ്ട്രെങ്ത് ഡോസ് കഴിഞ്ഞു. ഇനി യൂഷ്വൽ സ്ട്രെങ്ത് ആണ്. അവിടെ നമ്മൾ പറയുന്നത് നമുക്ക് ഫാർമസിസ്റ്റിന് യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാർമസിസ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്ട്രെങ്ത് എത്രയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുവാണ്. ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ കളർ എന്താണ്, ഓർഡർ എന്താണ്, മണം ഉണ്ടോ, ഗുണം ഉണ്ടോ, ടേസ്റ്റ് ഉണ്ടോ, മധുരം ഉള്ളതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അതിന്റെ നേച്ചർ എങ്ങനെ, സൊല്യൂഷൻ ആണോ, സസ്പെൻഷൻ ആണോ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഫാർമസ്യൂട്ടിക്കൽ പാരാമീറ്റേഴ്സ് ആണ് വരുന്നത്. അവിടെ സോലുബിലിറ്റി എന്താണ്, സോലുബിലിറ്റി എന്താണ്, എത്രത്തോളം അലിയുന്നു എന്നുള്ളതാണ് അല്ലെ. അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. ടെമ്പറേച്ചറിന്റെ കേസും കൂടെ പറയാറുണ്ട്. 50 ഡിഗ്രി സെൽഷ്യസ് ടു 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം അപ്രോക്സിമേറ്റ് സോലുബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 50 to 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് 15-30 ഇടയിൽ സോലുബിലിറ്റി എത്രയായിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും സോലുബിലിറ്റി എപ്പോഴും മെൻഷൻ ചെയ്യുക. നമ്മൾ ഒരു നോർമൽ ടെമ്പറേച്ചർ, കാര്യം നമുക്കറിയാം പല രാജ്യത്തിലും 15 ഡിഗ്രി സെൽഷ്യസ് കാണും, ചിലപ്പോൾ 30 കാണും, ചില 25 കാണും. അപ്പം അതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ 15-30 ഇടയിൽ സോലുബിലിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയും കേട്ടോ. ഇനി നമ്മൾ പറയാം ടെസ്റ്റ് മെത്തേഡ് ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റുകളുടെ കാര്യങ്ങളും നമ്മളെല്ലാം മെൻഷൻ ചെയ്യും. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ കാര്യങ്ങളും മെൻഷൻ ചെയ്യും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഐഡന്റിഫിക്കേഷൻ. നമുക്ക് ഈ മരുന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. അവിടെ നമ്മൾ എന്താണ് UV സ്പെക്ട്രോസ്കോപ്പി, മെൽറ്റിംഗ് പോയിന്റ്, പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കെമിക്കൽ ടെസ്റ്റുകളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. എനിക്കറിയാം കുറച്ചധികം നിങ്ങളെ അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചധികം മനസ്സിലാവാത്ത ഒരുപാട് ടോപ്പിക്കാണെന്ന് എനിക്കറിയാം. ഞാൻ ക്ലാസ്സും കൂടെ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞല്ലേ പോകുന്നത്, നോട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ നമുക്കത് മനസ്സിലാവും, ഒന്നും കൂടെ റിപ്പീറ്റ് മനസ്സിലാവും. പിന്നെ നമ്മൾ ടെസ്റ്റ് ആൻഡ് അസേ, നമ്മൾ നേരത്തെ പറഞ്ഞതില്ലേ നമ്മൾ അസേ ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ടെസ്റ്റ് ആൻഡ് അസേ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ ലിമിറ്റ്സുകൾ, അതായത് എത്ര ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, എത്രയാണ് അതിൽ ഇമ്പ്യൂരിറ്റീസ് പാടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആൻഡ് നമ്മൾ സ്റ്റോറേജ്, എങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഉണ്ടായിരിക്കും. ആൻഡ് സ്റ്റോറേജ് കണ്ടീഷൻസ്, നമ്മൾ സ്റ്റോറേജ് കണ്ടീഷൻസ് വെച്ചാൽ വെൽ ക്ലോസ്ഡ് കണ്ടെയ്നർ ആണോ, ഒരു മിനിറ്റ്, സ്റ്റോറേജ് കണ്ടീഷൻ. ഓക്കെ, അതായത് വെൽ ക്ലോസ്ഡ് കണ്ടെയ്നർ ആണോ, അല്ലെങ്കിൽ ടൈറ്റ്ലി ആണോ, ലൈറ്റ് റെസിസ്റ്റന്റ് ആണോ, സിംഗിൾ ഡോസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയും. ഈ എന്താണ് വെൽ ക്ലോസ്ഡ്, എന്താണ് ടൈറ്റ്ലി ക്ലോസ്ഡ്, എന്താണ് ലൈറ്റ് റെസിസ്റ്റന്റ്, എന്താണ് സിംഗിൾ ഡോസ് എന്ന് നോട്ട് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഉള്ളതാണ് ലേബലിംഗ്. എനിക്ക് എഴുതാൻ തന്നെ എന്ത് സ്ഥലം ഇല്ല. ലേബലിംഗ് ഇതൊക്കെ 10 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാട്ടോ, അതുകൊണ്ട് മനസ്സിലാക്കി വെക്കണം. ലേബലിംഗ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അപ്പൻഡിക്സ്. എന്താണ് അപ്പൻഡിക്സ്? ഇത്രയും കാര്യങ്ങൾ മൊത്തം 18 എണ്ണം
നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. 18 എണ്ണം ഇത് പഠിക്കാനുണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നമുക്ക് ഹിസ്റ്ററി ഓഫ് ഫാർമക്കോപ്പിയ എന്ന് പറയുമ്പം അതിനകത്ത് ഈ മോണോഗ്രാഫ്സ് വേണമെങ്കിൽ എടുത്ത് തന്നെ ചോദിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മോണോഗ്രാഫ് കൊടുത്തിട്ടുള്ളത്. സോ ഇത്രയും നാളും അങ്ങനെ മോണോഗ്രാഫ് എന്ന് പറഞ്ഞ് സ്പെസിഫിക് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ ചോദിക്കാം, ചാൻസ് ഇല്ലായികൊന്നും ഇല്ലല്ലോ. സോ എന്തൊക്കെ പറഞ്ഞു, ടൈറ്റിൽ വേണം, കെമിക്കൽ ഫോർമുല വേണം, അറ്റോമിക് ആൻഡ് മോളിക്കുലർ വെയിറ്റ് വേണം, ഡെഫിനിഷൻ വേണം, കാറ്റഗറി വേണം, ഡോസ് വേണം, യൂഷ്വൽ സ്ട്രെങ്ത് വേണം, ഡിസ്ക്രിപ്ഷൻ വേണം, പിന്നെന്താ വേണ്ട, ലേബലിംഗ്, സോലുബിലിറ്റി, ടെസ്റ്റ് മെത്തേഡ്, ഐഡന്റിഫിക്കേഷൻ, സ്റ്റോറേജ് കണ്ടീഷൻ, ലിമിറ്റുകൾ, ടെസ്റ്റ് എസ്സേ ആൻഡ് വേറെ എന്തെങ്കിലും രീതിയിൽ അസേസോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതും വേണം. ഇത് എളുപ്പമാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ സംഭവമൊന്നും അല്ല. ആ ഒരു മോണോഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ഇതാ ഈ സാധനമാണ് മോണോഗ്രാഫ്, ഇത് USP മോണോഗ്രാഫാണ്. സോ ഇതും കൊണ്ടൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. മോണോഗ്രാഫ് ഞാൻ പറഞ്ഞു എന്താണ്, അസേ ലിമിറ്റ്സുകളും അതർ നെസസറി മെയിൻറ്റെയിൻ റെക്കോർഡ് സ്റ്റാൻഡേർഡ്സ് വേണ്ടതാണ് ഇത്. ഇപ്പൊ എല്ലാ കോമ്പൗണ്ട്സിനും ഇതെല്ലാം തന്നെ വേണം നിർബന്ധമില്ല, അല്ലെങ്കിൽ എല്ലാം ഒന്നും വരണം എന്ന് നിർബന്ധമില്ല. ടൈറ്റിൽ ഞാൻ പറഞ്ഞു, WHO പറഞ്ഞതുപോലെ നോൺ പ്രൊപ്പറേറ്ററി നെയിംസ് ആയിരിക്കണം അല്ലെ. കെമിക്കൽ ഫോർമുല, അവിടെ നമ്മൾ എന്താണ് ഒരു സ്ട്രക്ചർ, മോളിക്കുലർ ഫോർമുല, ഇത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ യൂണിയൻ പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി നെയിംസുകളാണ് നമ്മൾ കൊടുക്കുക അല്ലെ. കെമിക്കൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പൊ ബെൻസീൻ റിങ്, അവിടെ ഒരു OH എന്നൊക്കെ പറയില്ല, ഇതൊക്കെ എന്താണ് കെമിക്കൽ സ്ട്രക്ചർ ആണ്. മോളിക്കുലർ ഫോർമുല ആണെങ്കിൽ H2SO4 PO4 എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ അറിയാലോ IUPAC നെയിം ആണെങ്കിൽ 2,4,3 മീഥൈൽ എന്നൊക്കെ പറയുന്നത് പോലെ ആ പേരുകളാണ് വരിക. ഇനി അറ്റോമിക് ആൻഡ് മോളിക്കുലർ വെയിറ്റ് ആണ്, നമ്മൾ നോർമലി എത്രയാണ് എന്നുള്ളത് പറയും. അത് എപ്പോഴും എവിടെയാണ്, ടോപ്പ് റൈറ്റ് ഹാൻഡ് ഓഫ് ദ കോർണറിലായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. സോ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഇത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് കാണിക്കാൻ സൂം ചെയ്താലും കാണും തോന്നുന്നില്ല കേട്ടോ. സോ ഇതിൽ കാണുന്നില്ല, ഓക്കെ ഫൈൻ. ഇത് എനിക്കൊണ്ട് ഇത് USP മോണോഗ്രാഫാണ്, നമ്മുടെ ഇന്ത്യൻ മോണോഗ്രാഫാണ്, അപ്പോൾ ഇതിൽ കാണില്ല, ഇത് USP അല്ലേ, അതുകൊണ്ട് കാണില്ല കേട്ടോ. സോ ഡെഫിനിഷൻ ഉണ്ടാവണം, പിന്നെ കാറ്റഗറി ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് ഡോസ്, ഒരാളുടെ ഡോസ് നമുക്ക് ആവശ്യം ഉണ്ടാവണം. സ്ട്രെങ്ത്, ഫാർമസിസ്റ്റിന് യൂസ്ഫുൾ ആയ ഇൻഫർമേഷൻ അനുസരിച്ചുള്ള സ്ട്രെങ്ത് ഉണ്ടാവണം. ഡിസ്ക്രിപ്ഷൻ, നേച്ചർ ഓഫ് കളർ, ഓർഡർ, ടേസ്റ്റ് കാര്യങ്ങൾ. ആൻഡ് സോലബിലിറ്റി ഡീറ്റെയിൽസ് ആൻഡ് ടെസ്റ്റ് മെത്തേഡ്, ഏത് ടൈപ്പ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. ക്വാളിറ്റി കൺട്രോൾ എന്താണ്, ക്വാളിറ്റി എന്താണ് മക്കളെ, ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാധനത്തിന് എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് അറിയുന്നതാണ്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ 1 കിലോ ഉപ്പ് തന്നു, ഈ 1 കിലോ ഉപ്പ് ക്വാളിറ്റി ഉണ്ടല്ലോ നിങ്ങൾ എങ്ങനെ നോക്കുക, ഒരുപാട് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ചെയ്യും, അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഉപ്പ് നല്ലതാണോ നിങ്ങൾ വെരിഫൈ ചെയ്യും. അത് തന്നെയാണ് പരിപാടി. ഐഡന്റിഫിക്കേഷൻ, ഒരു സാധനം തന്നിട്ട് ഒരു വെറുതെ നിങ്ങൾ അറിയാം +2 നിങ്ങൾക്ക് എന്താണ് അൺനോൺ സോൾട്ട് തരും, എന്നിട്ട് പറയാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, അതിന് ടെസ്റ്റുകൾ നടത്തും അല്ലെ. അതിൽ ഹെവി ടെസ്റ്റുകളാണ് ഈ മെൽറ്റിംഗ് പോയിന്റും കെമിക്കൽ ടെസ്റ്റുകളും UV സ്പെക്ട്രോസ്കോപ്പിയും IR അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയും ഒക്കെ ചെയ്യുന്നത്. ഇതിന്റെ പേര് പഠിച്ചിരുന്നാൽ മതി, നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ടെസ്റ്റ് ആൻഡ് അസേ ആണ്, നമുക്ക് ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്, ചില ടെസ്റ്റുകൾ ചെയ്യുന്നതിന് ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് ഇനി ടെസ്റ്റുകൾ പഠിക്കുന്നുണ്ട്, കുറച്ച് ടെസ്റ്റുകൾ പഠിക്കാൻ നമുക്ക് ഏച്ചിലൂടെ മനസ്സിലാകും. ആൻഡ് ലിമിറ്റ്സുകൾ, നമുക്ക് എത്ര ഇമ്പ്യൂരിറ്റി എത്ര വരെ കാണാം. ഇപ്പൊ എക്സാമ്പിള്, നമ്മൾ ചില പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയും 0.01% ഇമ്പ്യൂരിറ്റി പാടുള്ളൂ, അല്ലെങ്കിൽ 0.02% വരെ ഇമ്പ്യൂരിറ്റി ആകാം എന്നൊക്കെ പറയും. അപ്പൊ നമുക്കത് അതിൻ്റെതായ ക്വാളിറ്റി ലിമിറ്റ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അസേ, നമുക്കറിയാം അസേ എന്ന് പറയുന്നത് ഒരു അനലിറ്റിക്കൽ മെത്തേഡാണ്. അസേ എന്ന് വെച്ചാൽ എന്താണ്, ഒരു അനലിറ്റിക്കൽ മെത്തേഡാണ്. നമ്മൾ സബ്സ്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എത്ര പെർസെൻറ്റേജിൽ ഉണ്ട് എന്ന്. ഇപ്പൊ 100%-ൽ എത്ര പെർസെൻറ്റേജ് ആണ് ഈ കണ്ടന്റ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകളാണ്. നമുക്ക് ഒരുപാട് ടെസ്റ്റുകളുണ്ട്, നമുക്ക് അങ്ങോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ആൻഡ് സ്റ്റോറേജ് എന്താണ്, നമ്മൾ അത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ തന്നെ പറയുവാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ പച്ചക്കറി വാങ്ങി നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നേരെ ഫ്രിഡ്ജിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അതിൻ്റെ ആവശ്യം എന്താണ്, അത് നമുക്കറിയാം. അതിന്റെ സ്റ്റോറേജ് കണ്ടീഷൻ എവിടെയാണെന്നറിയാം. നമ്മൾ എവിടെ വെക്കുക, ഫ്രിഡ്ജിന്റെ ഫ്രീസറിലാണോ വെക്കുന്നത് പച്ചക്കറി, അല്ല, താഴെ വെക്കുക, അല്ല, എന്തുകൊണ്ടാണ്, അവിടെയാണ് അത് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു സ്റ്റോറേജ് കണ്ടീഷൻ, അപ്പം സ്റ്റോറേജ് കണ്ടീഷൻ പറയുന്നത് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ആണ്. സോ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ സ്റ്റോറേജ് കണ്ടീഷൻ എന്നാണ് ഇവിടെ പറഞ്ഞത്, കണ്ടീഷൻ അല്ല കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ. എൻ്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് ആണ്, റിയലി സോറി. സോ വെൽ ക്ലോസ്ഡ് കണ്ടെയ്നർ എന്താണ്, ഡർട്ടും ഇൻസെക്റ്റും ഒന്നും കയറാൻ പാടില്ല. നമ്മൾ നല്ല അടച്ച ഉറപ്പുള്ള കണ്ടെയ്നർ. ഇത് ടൈറ്റ്ലി ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചറോ കാർബൺ ഡയോക്സൈഡോ കാര്യങ്ങളോ ഒന്നും കയറാനായിട്ട് പാടില്ല. ലൈറ്റ് റെസിസ്റ്റന്റ് കണ്ടെയ്നർ, അങ്ങനെയാണെങ്കിൽ പ്രൊട്ടക്ട് ഫ്രം ദി ലൈറ്റ്, അതായത് ലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം. ആംബർ ഓർ ഡാർക്ക് കളറിനെയാണ് നമ്മൾ എപ്പോഴും പറയുക. അതിന്റെ സിംഗിൾ ഡോസ് കണ്ടെയ്നർ ഫോർ 1 ടൈം യൂസ്, ഒരു ഒറ്റ പ്രാവശ്യം മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്താ പറയുക, സിംഗിൾ ഡോസ്
കണ്ടെയ്നർ എന്ന് പറയാം. എളുപ്പമല്ലേ? ഒന്നുമില്ല. ലൈറ്റ് ഡ്രസ് എന്ന് വെച്ചാൽ ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ചില കുപ്പികളുടെ പുറത്ത് ബ്രൗൺ കളർ കോട്ടിംഗ് ഉണ്ടായിരിക്കും. ഇപ്പം ഫെറസ കൊണ്ടിട്ട് അയൺ കൊണ്ട് നമ്മൾ കോട്ട് ചെയ്യും. അപ്പം ചില മെഡിസിൻസുകൾ ലൈറ്റ് വന്ന് അടിക്കുമ്പോൾ ഇത് ചീത്തയായി പോകും, അല്ലെങ്കിൽ ഡീറ്റ്യൂറേറ്റ് ചെയ്ത് പോകും, ഡീറ്റ്യൂറേഷൻ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലൈറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് നമ്മൾ ഉപയോഗിക്കുക. അത് നമ്മൾ ആംബർ കളർ ബോട്ടിൽ, ഡാർക്ക് കളർ ബോട്ടിൽ എന്നൊക്കെ നമ്മൾ അതിനെ പറയാറുണ്ട് കേട്ടോ. അത് വലിയ സംഭവം എന്നുള്ള കാര്യമൊന്നുമല്ല, നമുക്കത് മനസ്സിലാക്കി പഠിച്ചു പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്. ഓക്കെ, സോ ഇനി നമ്മൾ ലേബലിംഗ് ആണ്. സോ ലേബലിംഗ് എന്ന് പറയുന്നത് നമുക്ക് വെറുതെ ഒരു ലേബൽ അങ്ങ് വരച്ചു വെക്കാൻ പറ്റില്ല. ഇതാണ് പാരസ്റ്റമോൾ, അസ്ത്രോമൈസിൻ സസ്പെൻഷൻ, എൻ്റെ പേര്, ഞാൻ ഉണ്ടാക്കിയ ദിവസം, അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു ലേബൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കുറച്ച് പ്രോട്ടോകോൾ ഉണ്ട്. അതിനാണ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾ ആൻഡ് ആക്ട് പറയുന്നത്. നമ്മൾ DNC ആക്ട് പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ പറഞ്ഞ ഫാർമക്കോപ്പി എങ്ങനെയായിരിക്കും പറഞ്ഞില്ല. ഈ DNC എന്ന് പറഞ്ഞ ഒരുപാട് യൂസ്ഫുൾനെസ് ഉണ്ട് ഫാർമസിയിൽ തന്നെ. അത് നമുക്ക് ഇപ്പോഴല്ല മനസ്സിലാവും, അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് മനസ്സിലാവും. ആൻഡ് അപ്പൻഡിക്സ്, ജനറൽ ഇൻഫോർമേഷൻസ്, റെഫറൻസ് ഡേറ്റ്, എന്തെങ്കിലും നമുക്ക് റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. എളുപ്പമാണ്, ഒന്നുമില്ല. ഈ 18 പഠിക്കാൻ അത്ര ഒരു സംഭവം എന്നുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരിക്കൽ നമ്മൾ എഴുതി പറഞ്ഞു തന്നു, ഒരിക്കൽ നമ്മൾ വായിച്ച് പറഞ്ഞു തന്നു. സോ ഇറ്റ്സ് വെരി വെരി ഈസി കേട്ടോ. ഈ നമ്മുടെ ഓരോ ഫാർമക്കോപ്പിയും അതിന്റെ കീ പോയിന്റ്സുമാണ്. നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ അതിന് കോളമായി കൊടുത്തിട്ടുണ്ട്. സോ എക്സാമിന് കയറും മുന്നേ ഒന്ന് നിങ്ങൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായി വായിക്കാം. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയേ. ഇതിൽ വായിക്കേണ്ടത് USP ഒന്ന് വായിക്കുക, ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ, ഇന്ത്യൻ ഫാർമക്കോപ്പിയ വായിക്കുക, ഇന്ത്യൻ ഫാർമക്കോപ്പിയ ഫസ്റ്റ് എഡിഷൻ വായിക്കുക, ലേറ്റസ്റ്റ് വായിക്കുക. ഓക്കെ, ഇത് ഇത്ര ഓടിച്ചൊന്ന് വായിക്കുക. ആ സമയത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് എനർജി ആയിട്ട് നിൽക്കുക. കാരണം നമ്മൾ ഇപ്പൊ തന്നെ അരമണിക്കൂറായി. ഈ അരമണിക്കൂറായപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വന്നിട്ടുണ്ടോ എനിക്കറിയാം. ഒന്ന് ഓടിച്ച് ഒന്ന് വായിക്കുക, അവിടെ വെള്ളം കുടിക്കുക, ഫോണൊക്കെ വേണമെങ്കിൽ നോക്കിക്കോളാം, എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കുക. അപ്പോഴത്തേക്ക് ഒന്ന് ഓടിച്ച് വായിക്കുക കേട്ടോ. ആക്ച്വലി നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ നോർമലി ഉള്ള ഒരു ലെക്ചർ ക്ലാസ് ഇരിക്കുവാണെന്ന് തന്നെ വിചാരിച്ച് പഠിക്കുക. ബിക്കോസ് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാം. കാര്യം ഫാർമസി എന്ന് പറയുന്നത് ചുമ്മാ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ബിക്കോസ് ഇസ് ടു കോംപ്ലിക്കേറ്റഡ്. സോ ദ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതൊക്കെ അവർ ഭയങ്കരമായിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കും. സോ ദേ നീഡ് മേക്ക് യു ഫെയിൽ എന്നുള്ള രീതിയിലാണ്. കാര്യം അവർക്ക് അങ്ങനെ അധികം ഒന്നും പിള്ളേർ ജയിക്കണം നിർബന്ധമില്ല. ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാർ ജയിച്ചാൽ മതി, അല്ലെങ്കിൽ അത്രയും പഠിച്ച പിള്ളേർ ജയിച്ചാൽ മതി എന്നൊരു കൺസെപ്റ്റാണ്. അത് നമ്മളോട് കാണിക്കുന്ന ചതിയോ വഞ്ചനയോ ഒന്നുമല്ല. അവർ ചിന്തിക്കുന്നത് ഇറങ്ങുന്ന ആൾക്കാർക്ക് അത്രയും ക്വാളിറ്റി ഉണ്ടാവണം, യൂണിവേഴ്സിറ്റി ക്വാളിറ്റി ഉണ്ടാവണം. ഇത് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവുക വെച്ചാൽ ഔട്ട്സൈഡ് യൂണിവേഴ്സിറ്റി, കേരള ഔട്ട്സൈഡ് യൂണിവേഴ്സിറ്റി ഉള്ള ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ യൂണിവേഴ്സിറ്റിയും അവരുടെ യൂണിവേഴ്സിറ്റിയുള്ള വ്യത്യാസം. എനിക്കറിയുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റി പഠിച്ച പിള്ളേരുണ്ട്, അവർക്കൊന്നും ഒരു ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ അറിവുകളോ ഇല്ല. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് അങ്ങനെയല്ല. നമുക്ക് പഠിച്ചെഴുതിയാലേ ജയിക്കുള്ളൂ എന്നൊരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റി ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും, കുറ്റം പറയുന്നവരുണ്ടാകും. പക്ഷേ മനസ്സിലാക്കുക, നമ്മുടെ യൂണിവേഴ്സിറ്റി ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം ചിലപ്പോൾ റാങ്കിങ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും, ബട്ട് സ്റ്റിൽ വെറുതെ പോയി ആർക്കും എഴുതി ജയിക്കാൻ പറ്റുന്ന സംഭവമല്ല നമ്മുടെ യൂണിവേഴ്സിറ്റി. അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഉള്ളതാണ്. സോ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അതേ നമുക്ക് പറയാനുള്ളൂ. പഠിച്ചെഴുതുക, അതേ ഉള്ളൂ ഓപ്ഷൻ. സോ ഇത് മേജർ ഫാർമക്കോപ്പിയുടെ ഫീച്ചേഴ്സ് ആണ്. സോ എപ്പോഴൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നു, മിക്കവാറും എല്ലാ ഫാർമക്കോപ്പിയും അപ്ഡേറ്റ് ചെയ്യുന്ന റെഗുലർലി തന്നെയാണ്. ഈ കോളം നിങ്ങൾക്ക് വരയ്ക്കാം എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ മാർക്ക് സ്കോർ ചെയ്യാം. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ എഴുതുന്ന സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത്, വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കോളം വൈസ് നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്കൊന്ന് അവരെ മാസ്ക് ചെയ്യാൻ പറ്റും. കാര്യം കുറച്ചും കൂടെ നമുക്ക് അറിയാം എന്നുള്ളതാണ്. കണ്ടില്ല, എളുപ്പമാണ്. നോക്കിയേ, USP, BP, IP, EP ഇന്റർനാഷണൽ ഫാർമക്കോപ്പിയ. USP യുണൈറ്റഡ് സ്റ്റേറ്റ്, BP ബ്രിട്ടീഷ്, ഇന്ത്യൻ, യൂറോപ്യൻ, ഇന്റർനാഷണൽ. വർഷം നമുക്ക് ഓൾറെഡി അറിയാം. സോ EPയുടെയും ഇന്റർനാഷണൽ ഫാർമക്കോപ്പിയുടെ നമ്മുടെ ഇല്ല. ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പിയ, ബ്രിട്ടീഷ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, യൂറോപ്യൻ ആണ്, ആൻഡ് WHO. അപ്ഡേറ്റ് റെഗുലർലി. സോ ഇത് 2008. നമുക്ക് റെഗുലർലി കണക്കില്ല, നമുക്കിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ബാക്കിയുള്ള അപ്ഡേറ്റ് റെഗുലർലി ആണ്. സോ USP ആണെങ്കിൽ US സ്റ്റാൻഡേർഡ്സ്, BP ആണെങ്കിൽ UK സ്റ്റാൻഡേർഡ്സ്, IP ആണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, EP ആണെങ്കിൽ EU, ഇതാണെങ്കിൽ ഗ്ലോബൽ ആയിരിക്കും. സോ ഫസ്റ്റ് നാഷണൽ ഫാർമക്കോപ്പി ഓഫ് വേൾഡ് എന്ന് വെച്ചാൽ USP ആണ്. കോമ്പിനേഷൻ ആണ്. ഫാർമക്കോപ്പി ലബോറട്ടറി ഉണ്ട്, കോമൺ റെഫറൻസുകളുണ്ട്, ആൻഡ് സെവറൽ സർവീസസ് റെഫറൻസ് ഫോർ ഇന്റർനാഷണൽ ഹാർമണൈസേഷൻ. നമ്മൾ എല്ലാവരുമായിട്ട് എല്ലാ റെഫറൻസും എടുക്കുന്നുണ്ടോ.
നമ്മൾ പഠിച്ച കാര്യത്തിന് നമ്മൾ കോളമാക്കി വെച്ചെന്നേ ഉള്ളൂ. സോ ഇങ്ങനെയൊക്കെയുള്ള ട്രിക്കൊക്കെ ഇവിടെ പറഞ്ഞുതരും. ഈ ട്രിക്കൊക്കെ അതുപോലെ അങ്ങ് പഠിച്ച് അവിടെ എഴുതുക, നിങ്ങൾക്ക് ഒരുപാട് യൂസ് ഉണ്ടായിരിക്കും കേട്ടോ. സോ ഇത് ഭയങ്കര എളുപ്പമാണ്, ഒന്നുമില്ല പറയാനായിട്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉള്ളത്? ഡിസ്ക്രൈബ് കൺജനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലാസി ഇൻ ഡീറ്റെയിൽ. അയ്യോ റിയലി സോറി, നമ്മുടെ ക്വസ്റ്റ്യൻ മാറിപ്പോയി. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ആക്കി തരാം, അത് വലിയ സംഭവമായിരുന്നല്ല. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ monograph and explain in detail. അത് വേണമെങ്കിൽ 10 മാർക്കിന് ചോദിക്കാം. നമുക്കറിയാം എന്താണെന്നറിയാം അല്ലേ, എങ്ങനെയാണെന്നറിയാം. പിന്നെ ഉള്ളത് ചോദിക്കാനുള്ള ചാൻസ് റൈറ്റ് അബൌട്ട് ഇന്ത്യൻ ഫാർമക്കോപ്പിയ. അത് വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. ഓക്കെ, 5 മാർക്ക് നമുക്ക് എഴുതാനുണ്ട് അതിനകത്ത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം, കമ്പയർ ഫാർമക്കോപ്പിയ ആൻഡ് എക്സ്പ്ലെയിൻ അബൌട്ട് ഇന്ത്യൻ ഫാർമക്കോപ്പിയ. വേണമെങ്കിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയി ചോദിക്കാം. നോർമലി ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. റിയലി സോറി, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ വെച്ച സമയത്ത് നമ്മുടെ ഫാർമക്കോപ്പിയൽ ക്വസ്റ്റ്യൻ തന്നെയാണ് വെച്ചിരുന്നത്. ഇതെന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. കുഴപ്പമില്ല, എന്തെങ്കിലും പ്രശ്നമല്ലോ, ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ. സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇമ്പ്യൂരിറ്റീസ്. നമ്മൾ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നു. ഈ പേര് എല്ലാവർക്കും അറിയാം എന്താണ് ഇമ്പ്യൂരിറ്റീസ് എന്നുള്ളത്. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള, നമുക്ക് അനാവശ്യമായിട്ടുള്ള എന്ത് സാധനം വന്നാലും അത് ഇമ്പ്യൂരിറ്റി തന്നെയാണ്. ഇമ്പ്യൂരിറ്റി നമ്മുടെ കമ്പോണന്റിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് പാരസ്റ്റമോൾ തരുമ്പോൾ അതിനകത്ത് ഞാൻ വേറെ ഗുളികൾ ചേർക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഇമ്പ്യൂരിറ്റിയാണ്. അത് ബേസിക്കലി അത് പോയിസൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും അല്ലേ. അപ്പം ഒരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ, ഇപ്പൊ എക്സാമ്പിൾ പാരസെറ്റമോൾ ആണ്, അത് NSAID ആണ് അല്ലെ, NSAID ആണ്, അല്ലെങ്കിൽ നമുക്ക് വേദന സംഹാരി, പനി കുറയ്ക്കുന്നതൊക്കെ സാധനമാണ് അല്ലെ. അപ്പൊ ഈ സാധനം ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ആ പനി കുറയ്ക്കാതെ പകരം നിങ്ങൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോവാണ്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് പോവാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, അതിന് സീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് നോക്കുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ടോക്സിക് എഫക്ട് കൊടുക്കുന്ന ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് ഹാർമോണൈസേഷൻ, ICH എന്ന് പറയും. അവിടെ നിങ്ങൾ ICH പഠിച്ചാൽ മതി. ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഹാർമോണൈസേഷൻ എന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ICH എന്ന് പഠിച്ചാൽ മതി. അവിടെ നിങ്ങൾക്ക് മാർക്കൊന്നും കുറയ്ക്കില്ല. നമുക്കിതിനു വേണ്ടി കുറച്ച് ഗൈഡ് ലൈൻസ്, ഇമ്പ്യൂരിറ്റീസിന് വേണ്ടി നമ്മൾ കുറച്ച് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഠിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒരു മിനിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ടത് എന്താണ് API എന്ന് വെച്ചാൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, API എന്ന് പറയുക. സോ ഈ API എന്ന് അല്ലെങ്കിൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ തെറാപ്യൂട്ടിക് എഫിക്കസി അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ആക്ഷൻ നമുക്ക് തരുന്നത്. അപ്പൊ ഈ സാധനത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് ഒരു രീതി എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഇമ്പ്യൂരിറ്റീസും ഉണ്ടാവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇമ്പ്യൂരിറ്റീസ് എങ്ങനെയൊക്കെ വരാം, മേ ബി ഇന്റൻഷ്യലി വരാം. എന്താണ് ഇന്റൻഷ്യലി? അതായത് നമ്മൾ ചെയ്യുന്ന നമുക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഇന്റൻഷ്യലി പറയാം. ഇനി അൺഇൻറ്റൻഷ്യലി, നമ്മൾ അറിയാതെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, അൺഇൻറ്റൻഷ്യലി വരിക. അതെങ്ങനെ വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ ഫാർമസ്യൂട്ടിക്കൽസിൽ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ മുതൽ ചിലപ്പോൾ തുടങ്ങാം. റോ മെറ്റീരിയൽ എന്താ? ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ പപ്പടം ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ എല്ലാ പിള്ളേരോടും പറയുന്ന എക്സാമ്പിൾ പപ്പടം ഉണ്ടാക്കാൻ നമുക്ക് ഉഴുന്ന് വേണം അല്ലെ. ഉഴുന്ന് എങ്ങനെയാണെന്ന് തോന്നുന്നു, ഉഴുന്ന് വേണം. അപ്പൊ ഈ ഉഴുന്ന് വെള്ളം, പിന്നെ പാം ഓയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ്, പിന്നെ മൈദ അങ്ങനെ എന്തൊക്കെയാണെന്ന് തന്നെ വിശ്വാസം. പോട്ടെ, ഉഴുന്ന് മൈദയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ, ഉഴുന്ന് മൈദ ആൻഡ് ഓയിലാണെന്ന് വെക്കാം. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ പഞ്ചസാര ചേർക്കുവാണ്. പഞ്ചസാര ഇവിടെ എന്താണ്, ഇമ്പ്യൂരിറ്റി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന അവസാനം വരുന്ന പപ്പടത്തിൽ എന്തുണ്ടാവും, പഞ്ചസാര ഉണ്ടാകും. അപ്പൊ ഞാൻ എടുക്കുന്ന റോ മെറ്റീരിയൽ മുതൽ അവസാനം ഉണ്ടാക്കുന്ന ഫൈനൽ പ്രൊഡക്റ്റ് വരെ ഞാൻ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ
നമുക്ക് കണ്ടാമിനേഷൻ ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? കണ്ടാമിനേഷൻ ഉണ്ടാകുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻ എപ്പോഴും എന്തായിരിക്കണം? ഇമ്പ്യൂരിറ്റി ഫ്രീ ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, നമുക്ക് ഇമ്പ്യൂരിറ്റീസിന് ഒരുപാട് കോമൺ നെയിം പറയുന്നുണ്ട്. ബൈ പ്രൊഡക്റ്റ്, ഡീഗ്രഡേഷൻ പ്രൊഡക്റ്റ്, ഇന്ററാക്ഷൻ പ്രൊഡക്റ്റ്, ഇന്റർമീഡിയറ്റ്സ്, റിലേറ്റ് പ്രൊഡക്ട്സുകൾ, ട്രാൻസ്ഫോർമേഷൻ പ്രൊഡക്റ്റ് ആൻഡ് പെനൾട്ടിമേറ്റ് പ്രൊഡക്ട്സ്. അങ്ങനെ ഒരുപാട് ഇമ്പ്യൂരിറ്റീസിന് പല പേരുകളും പറയാറുണ്ട്. അതായത് എന്താണ്, അതുപോലെ തോന്നിക്കുന്നത് തന്നെയാണ് ഇത് എന്ന് പറയുന്ന പോലെ. എന്താണ്? ബൈ പ്രൊഡക്റ്റ്. കോമൺ നെയിം ഓഫ് ഇമ്പ്യൂരിറ്റി ആണ് ബൈ പ്രൊഡക്റ്റ്. 3 പഠിച്ചാൽ മതി, അധികമൊന്നും പഠിക്കണ്ട. degradation product and interaction product പിന്നെ ഇന്റർമീഡിയറ്റ് ഉണ്ട്, റിലേറ്റ് പ്രൊഡക്റ്റ് ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ പ്രൊഡക്റ്റ് ഉണ്ട് ആൻഡ് പെനൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് ഉണ്ട്. അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 3 പഠിച്ചു വെക്കാം, അതിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇത് ഇങ്ങനെയൊന്നും എടുത്തൊന്നും ചോദിക്കില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. എന്താണ് ഇമ്പ്യൂരിറ്റീസ് എന്നാണ് പഠിക്കുന്നത്. അപ്പൊ ഇമ്പ്യൂരിറ്റീസ് എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇമ്പ്യൂരിറ്റീസ്. സോ ഇമ്പ്യൂരിറ്റീസ് എന്താണ്? അൺവാണ്ടഡ് ഫാർമക്കോളജിക്കൽ ഓർ ടോക്സിക്കോളജിക്കൽ എഫക്ട് ദാറ്റ് സീരിയസ്ലി ഇമ്പാക്ട് പ്രൊഡക്റ്റ് ക്വാളിറ്റി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അല്ലെ, പേഷ്യന്റ് സേഫ്റ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി തന്നെ ബാധിക്കുന്ന നമ്മൾ ഇമ്പ്യൂരിറ്റി എന്ന് പറയും. എവിടെ കണ്ടോ? പാരസ്റ്റമോള് കണ്ടോ? ഇത് മൈക്രോസ്കോപ്പിക് പ്രൊഡക്റ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. സോ പൊട്ടൻഷ്യൽ source and mechanism of impurity formation are discussed for the both drug. The International Council for Harmonization has formulated a workable guideline regarding the control of impurity. So നമ്മൾ ഇമ്പ്യൂരിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ICH, ഇന്റർനാഷണൽ കൺട്രോൾ ഫോർ ഹാർമണൈസേഷൻ, കുറച്ച് റൂൾസും റെഗുലേഷൻസും ഗൈഡ് ലൈൻസും പറയുന്നുണ്ട്. സോ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നതാണ് ഫാർമസ്യൂട്ടിക്കൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. സോ നമ്മൾ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റിനെയോ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ഡ്രഗ് ഫോർമുലേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളത് ഒരുപാട് രീതിയിൽ ബാധിക്കാറുണ്ട്. ഈവൻ കുറച്ച് എമൗണ്ട് പോലും എന്ത് ചെയ്യാം? അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, കുഴപ്പമില്ല, ഒരു 2 ഗ്രാം അല്ലേ എന്ന് പറഞ്ഞാൽ പോലും എന്ത് ചെയ്യാം? ചില സമയത്ത് ആ പ്രൊഡക്റ്റിനെ ബാധിക്കാം. ഒന്ന് ഈ കളർ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ആക്ഷൻ മാറാം, ഇല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് മൊത്തമായി നശിച്ചു പോവാം. എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഓക്കെ, സോ എന്താണ് ഇമ്പ്യൂരിറ്റി എന്ന് ICH പറയുന്നുണ്ട്. So according to ICH, an impurity is a drug substance defined as any component of the new drug substance that is not the chemical entity defined as the new drug substance. കണ്ടോ? അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ് അല്ലാതെ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ വിച്ച് ഈസ് കോൾഡ് എസ് എന്നാണ് ഇമ്പ്യൂരിറ്റി കേട്ടോ. സോ ഇമ്പ്യൂരിറ്റി കൂടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി കൂടുക അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി കുറച്ചേ ഉള്ളൂ എന്നുള്ളത് ഒരു ജനറൽ എക്സ്ക്യൂസും ഇല്ല. ഇപ്പം ഓരോ റിക്വയർമെന്റ് ആണ്. ഇപ്പൊ ചില റിക്വയർമെന്റ് പറയും ഇത്ര വരെ ലിമിറ്റ് വരാം, ഇത്ര വരെ ലിമിറ്റ് പോകാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. സോ എന്താണ് ഇമ്പ്യൂരിറ്റി എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതാണ് കോമൺ നെയിം ഓഫ് ഇമ്പ്യൂരിറ്റീസ്: ബൈ പ്രൊഡക്റ്റ്, ഡീഗ്രഡേഷൻ പ്രൊഡക്റ്റ്, ഇന്ററാക്ഷൻ പ്രൊഡക്റ്റ്, ഇന്റർമീഡിയറ്റ്, റിലേറ്റ് പ്രൊഡക്റ്റ്, ട്രാൻസ്ഫോർമേഷൻ പ്രൊഡക്റ്റ് ആൻഡ് പെനൾട്ടിമേറ്റ് പ്രൊഡക്റ്റ്. സോ ഇത് വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇറ്റ്സ് വെരി വെരി ഈസി. നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇമ്പ്യൂരിറ്റി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക, എന്താണ് ഇമ്പ്യൂരിറ്റി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനിയാണ് നമ്മൾ പറയുന്നത് ഇമ്പ്യൂരിറ്റിയുടെ സോഴ്സുകൾ. സോഴ്സ് ഓഫ് ഇമ്പ്യൂരിറ്റി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോഴ്സ് ആൻഡ് ടൈപ്പ് പഠിക്കുന്നത് കേട്ടോ. സോ സോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും ആകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ഇന്റൻഷ്യലി ആകാം, മനഃപൂർവ്വമാകാം, ഇന്റൻഷ്യലി ആകാം, ഇല്ലെങ്കിൽ അൺഇന്റൻഷ്യലി ആകാം. അറിയാതെ ഒക്കെ ഇമ്പ്യൂരിറ്റീസ് വരാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും എന്തിനു വേണ്ടി നമ്മൾ മരുന്ന് ഉപയോഗിക്കുന്നത്? നമ്മൾ മനുഷ്യന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അസുഖം കുറയ്ക്കാനോ, അല്ലെങ്കിൽ ഡെഫിഷ്യൻസിയോ, അല്ലെങ്കിൽ ക്യൂറിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഡയഗ്നോസിന് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? മരുന്നുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തിനൊക്കെ വേണ്ടി നമ്മൾ മരുന്ന് ഉപയോഗിക്കുന്നത്? ഡ്രഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ക്യൂർ, അല്ലെങ്കിൽ ഡയഗ്നോസിസ്, അല്ലെങ്കിൽ എന്താണ് പ്രിവെൻഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിസിൻ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെ ഈ മെഡിസിൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ കോമ്പൗണ്ടിൽ
ഫോറിൻ മെറ്റീരിയലോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊട്ടൻസി, ഡ്രഗിൻ്റെ പൊട്ടൻസിയെ ബാധിക്കുകയോ അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ആക്ഷനെ ബാധിക്കുകയോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻ എൻറ്റയർലി തന്നെ ഏതെങ്കിലും രീതിയിലൊക്കെ ബാധിക്കാം എന്നുള്ളതാണ്. ഇത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ വീണ്ടും ഇനി പറയില്ല. അപ്പോൾ ചില ഇമ്പ്യൂരിറ്റി ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, ചില ഇമ്പ്യൂരിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, നമുക്ക് ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അൺപ്ലസന്റ് റിയാക്ഷൻസ് ഉണ്ടാകുന്നു. എന്താണ് അൺപ്ലസന്റ് റിയാക്ഷൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം ചില ഇമ്പ്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡീഗ്രഡേഷൻ സംഭവിക്കാം. എന്താണ് ഡീഗ്രഡേഷൻ സംഭവിക്കാം. ചില ഇമ്പ്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാം. ചില ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ പൊട്ടൻസിനെ ഒക്കെ ബാധിക്കാം. ചില ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ ആ പ്രൊഡക്റ്റിനെ തന്നെ അൺസ്റ്റേബിൾ ആക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇനി ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നശിപ്പിക്കുക എന്ന് പറയുന്നത്, നശിപ്പിച്ചേ കളയും. ഇൻട്രാക്ഷൻ ആണെങ്കിലോ അതിന് ഇൻട്രാക്ട്, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനിപ്പോൾ പറയുവാണ്, ഇപ്പൊ A+B എന്നൊരു മരുന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് ബോഡിയിൽ എത്തുമ്പോൾ A+B AB എന്ന് പറഞ്ഞ ഡ്രഗായിട്ട് മാറുകയാണ് ചെയ്യുക. ഞാൻ ഒന്നും കൂടെ പറയാം, ഞാൻ മരുന്നുണ്ടാക്കി A+B എന്നൊരു മരുന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ അത് കഴിച്ചു കഴിയുമ്പോൾ മനുഷ്യന്റെ ബോഡിയിലെ എൻസൈം കാരണം അത് AB എന്നാകും. പക്ഷേ ഇവിടെ ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ ഈ AB എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നില്ല. അപ്പൊ എന്തില്ല, എഫക്റ്റ് ഇല്ല. അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകാം. ഇനി പ്യൂരിറ്റി ആൻഡ് പൊട്ടൻസി, നമുക്കറിയാം നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് 100% പ്യൂരിറ്റി നമുക്ക് ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. അപ്പം ഇമ്പ്യൂരിറ്റി ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി 100 എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ ഇപ്പൊ ഒരു എത്രയാണ് 5% ഇമ്പ്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ പ്യൂരിറ്റി എത്രയാവും, 95 ആവും. കാര്യം എന്താണ്, 5% ഇമ്പ്യൂരിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ പൊട്ടൻസിനും പ്യൂരിറ്റിനെയൊക്കെ ബാധിക്കാം. പിന്നെ അൺസ്റ്റേബിൾ ആകാം. സോ ലോങ്ങർ സ്റ്റോറേജിലൊക്കെ നമ്മൾ ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഡ്രഗ് ഒക്കെ വെക്കാറുണ്ട്. ആ സമയത്ത് ഇമ്പ്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, ഇത് അൺസ്റ്റേബിൾ ആയി പോകാറുണ്ട്. ഇത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. ഇനി അപ്പം ഇതിന്റെ ബേസിക് ഐഡിയ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വലിയ സംഭവമുള്ളൊന്നുമല്ല. ഞാനത് നമുക്കൊന്നും കൂടെ പറയുന്നുണ്ടല്ലോ, നെക്സ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഏകദേശം മനസ്സിലാവും. ഇനി സ്റ്റേജസ് ഓഫ് ഇമ്പ്യൂരിറ്റി, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേജിലാണ് നമുക്ക് ഇമ്പ്യൂരിറ്റി നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ, ഡ്രഗ് മാനുഫാക്ചർ ചെയ്യണ സമയത്ത് ഇമ്പ്യൂരിറ്റി കയറാം. ഓക്കെ, ഇനി പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലും എന്ത് ചെയ്യാം, ഈ ഇമ്പ്യൂരിറ്റി വന്ന് കയറാം. പിന്നെ സ്റ്റോർ ചെയ്യുമ്പോഴും എന്ത് ചെയ്യാം, ഇമ്പ്യൂരിറ്റീസ് വന്ന് കയറാം. അത് മാത്രമല്ല ഈ ഇമ്പ്യൂരിറ്റീസ് നമ്മളെ ഡ്രഗിനെ നശിപ്പിക്കാനും ഈ സമയത്ത് ചാൻസുകളുണ്ട്. ഓക്കെ, ഇനി എവിടെയൊക്കെയാണ് നമുക്ക് ഇമ്പ്യൂരിറ്റികൾ ഉണ്ടാവുക? ഞാൻ പപ്പടം ഉണ്ടാക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ എവിടെ പോകണം, കടയിൽ പോയിട്ട് പപ്പടത്തിനുള്ള സാധനം മേടിക്കണം. അപ്പൊ എന്താണ്, റോ മെറ്റീരിയൽസ് അല്ലേ. എന്താണ് റോ മെറ്റീരിയൽസ്? അപ്പൊ ഞാൻ വാങ്ങുന്ന റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, ഇപ്പം തുടക്കത്തിൽ ഒരു റോ മെറ്റീരിയൽസ് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഫൈനൽ പ്രൊഡക്റ്റിലും ആ പ്രശ്നം അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങുന്ന സാധനം കണ്ടാമിനേഷൻ ഇല്ല എന്നുള്ളതും അത് സ്റ്റാൻഡേർഡ് ആയ സാധനമാണ് എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഹെവി മെറ്റൽസ് ഒക്കെ ചില സമയങ്ങളിൽ ചില കോമ്പൗണ്ട്സുകളിലൊക്കെ കാണാറുണ്ട്. അതൊക്കെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി റിയേജൻസ് ആണ്. റിയേജൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന എണ്ണയൊക്കെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നമ്മളിതിൽ ഉപയോഗിക്കുന്ന റിയേജന്റുകളിൽ ചിലപ്പോൾ ഇമ്പ്യൂരിറ്റി ഉണ്ടാകും. അപ്പോൾ വെള്ളത്തിലൊക്കെ ആണെങ്കിൽ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. ഒരുപാട് വെള്ളത്തിൽ തന്നെ എന്തുണ്ടാവും, ചില മണ്ണുണ്ടാവും, കല്ലുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അത് നമ്മളെ ഒരുപാട് രീതി ബാധിക്കാറുണ്ട് അല്ലെ. അപ്പോൾ റിയേജന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, റിയേജന്റ് എന്ന് പറയുന്നത് ഇപ്പൊ വെള്ളമല്ല. ഇപ്പൊ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ മിക്കവാറും ഉപയോഗിക്കുന്ന റിയേജന്റ് എന്ന് പറയുമ്പോഴത്തേക്കും H2SO4 അല്ലെങ്കിൽ HCl, ഇതൊക്കെ റിയേജൻസ് ആണ് കേട്ടോ, വെള്ളമല്ല കേട്ടോ. സോ നെക്സ്റ്റ് വൺ സോൾവെന്റ് ആണ്. എന്താണ് സോൾവെന്റ് മാനുഫാക്ചറിങ് പ്രൊസസ്. ഇപ്പൊ സോൾവെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇപ്പൊ കലക്കി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാനുഫാക്ചർ സമയത്ത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഈ റിയേജന്റ് മാത്രമല്ല നമ്മൾ സോൾവെന്റ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ സോൾവെന്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഇപ്പൊ സിറപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സോൾവെന്റ് ആവശ്യമാണ്. യൂണിവേഴ്സൽ സോൾവെന്റ് എക്സാമ്പിൾ എന്താണ്, വാട്ടർ ആണ്. അപ്പൊ സോൾവെന്റിൽ പ്യുവർ അല്ല, ഇംപ്യുവർ ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒക്കെ അത് നമുക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇനി പറയുന്നത് റിയാക്ഷൻ ഓഫ് വെസൽ ആണ്.
ഇപ്പം ഞാൻ പപ്പടം ഉണ്ടാക്കണ വെസൽ ഞാൻ പ്രോപ്പർലി കഴുകിയിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ വേറെ ഏതെങ്കിലും ഉണ്ടാക്കി, ഇപ്പം എക്സാമ്പിൾ ദോശയുടെ മാവൊക്കെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്, ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് കയറിപ്പോരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിയാക്ഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ അതും ഒരു ഇമ്പ്യൂരിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി പറയുന്നതാണ് ഇന്റർമീഡിയേറ്റ് പ്രൊഡക്ട്സ്. അതായത് ചില സമയത്ത് നമ്മൾ മാനുഫാക്ചർ ചെയ്യണ സമയത്ത് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ഈ ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് എവിടെ വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം എക്സാമ്പിൾ ചിലപ്പോൾ സൈഡ് റിയാക്ഷനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് റിയാക്ഷൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഫുൾ റിയാക്ഷൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഡീകമ്പോഷൻ, അല്ലെങ്കിൽ നമ്മളൊരു പുവർ ആയിട്ടുള്ളൊരു ക്വാളിറ്റി കൺട്രോൾ കാരണം എന്ത് ചെയ്യാം, ഡീകമ്പോഷൻ ഉണ്ടാവുക. ഇതൊക്കെ എന്താണ് ഈ ഒരു ഇന്റർമീഡിയറ്റ് അണ്ടറിൽ വരുന്നതാണ്. അപ്പം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഫസ്റ്റ് വൺ ഈസ് ഇൻകംപ്ലീറ്റ് കൺവേർഷൻ. ഇപ്പം എക്സാമ്പിൾ പപ്പടം ഉണ്ടാവാതെ അല്ലെങ്കിൽ പപ്പടം എനിക്ക് പരത്താൻ പറ്റുന്നില്ല, പപ്പടത്തിന്റെ മാവിന് ടെക്സ്ചർ എന്തോ പോലെ ഇരിക്കുക, അത് ഇൻകംപ്ലീറ്റ് കൺവേർഷൻ ആണ്, ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നില്ല. പിന്നെ സൈഡ് റിയാക്ഷൻ, അതായത് ഇപ്പൊ നമുക്ക് വേണ്ടത് A+B എന്നുള്ളത് AB റിയാക്ഷനാണ് വേണ്ടത്, പക്ഷെ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ A+B എന്നുള്ളത് A+C A+D എന്നുള്ള റിയാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് സൈഡ് റിയാക്ഷൻസ് ഒക്കെയാണ്. ഓക്കെ, ഇനി ഡീകമ്പോസിഷൻ ആണ്, നശിച്ചു പോവുക. എന്തെങ്കിലും നമ്മൾ സ്റ്റോറൊക്കെ ചെയ്യുന്ന സമയത്ത് ഡീകമ്പോസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫാക്ടർ ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് പ്രശ്നം തന്നെയാണ്. ഇനി പറഞ്ഞ ഡിഫക്ട്സുകളാണ്. നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവാറുണ്ട്. ഇപ്പം എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്ന പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നം ഉണ്ടാവും. ഇനിയുള്ളത് മാനുഫാക്ചറിങ് ഹസാർഡ്സ്. എന്താണ് മാനുഫാക്ചറിങ് ഹസാർഡ്സ്? സോ ഇതെന്ന് വെച്ചാൽ നമ്മൾ ക്രോസ് കണ്ടാമിനേഷൻ എന്നൊക്കെ പറയും. ഇപ്പം എക്സാമ്പിൾ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ, ഇപ്പം നമുക്കറിയാം നമ്മൾ അറ്റ്മോസ്ഫിയറിൽ എയർ ഉണ്ട്, ഡസ്റ്റ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ലാബിന്റെ അറ്റ്മോസ്ഫിയറിൽ സൾഫറിന്റെ ഗ്യാസ് ഉണ്ടെന്ന് വെച്ചോ, ഓട്ടോമാറ്റിക്കലി ഞാൻ ഉണ്ടാക്കുന്ന സാധനം ഹൈഗ്രോസ്കോപ്പിക് ഒക്കെ ആണെങ്കിൽ അതെന്താ പിടിച്ചെടുക്കും അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ എന്തൊക്കെ പറഞ്ഞ റോ മെറ്റീരിയൽസ്, റിയേജന്റ്, സോൾവെന്റ്, റിയാക്ഷൻ വെസല്, ഇന്റർമീഡിയറ്റ് പ്രൊഡക്ട്സുകൾ, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആൻഡ് മാനുഫാക്ചറിങ് ഹസാർഡ്സ്. വളരെ എളുപ്പമാണ്, ഒന്നുമില്ല. ഇത് ജസ്റ്റ് എങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റിലാണ് നമുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഇമ്പ്യൂരിറ്റി ഉണ്ടാവുമെന്ന് പറയുന്ന ഭാഗങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ആലോചിച്ച് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അത്ര വലിയ മെനക്കെട്ട സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല. ഓക്കെ, സോ ഇമ്പ്യൂരിറ്റി സോഴ്സ് ആൻഡ് ടൈപ്പ് ആണ് പറയുന്നത്. ദ പർപ്പസ് ഞാൻ പറഞ്ഞു, ഫാർമസ്യൂട്ടിക്കൽസ് പ്രൈമർലി ഹ്യൂമൻ വെൽബീങ്ങിന് ഉപയോഗിക്കുന്ന ഡിസീസ്, ഡിസോർഡർ, ഡെഫിഷ്യൻസി ഒക്കെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തെറാപ്യൂട്ടിക് എഫിക്കസിയിലൊന്നും മാറ്റമൊന്നും ഉണ്ടാകാൻ പാടില്ല. സോ നമ്മുടെ കമ്പോണൻസിൽ ഫോർ മെറ്റീരിയൽസോ ഇമ്പ്യൂരിറ്റീസ് ഒന്നും പാടില്ല അല്ലേ? സോ നമുക്ക് ഇമ്പ്യൂരിറ്റീസ് നമുക്ക് ഒരു ലിമിറ്റ് വരെ നമ്മൾ പറയാറുണ്ട്. അതിന് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അൺപ്ലസന്റ് റിയാക്ഷൻ, നമ്മൾ ഇതിനെ പറയാം അൺപ്ലസന്റ് റിയാക്ഷൻ എന്നാ പറയാം കേട്ടോ. അല്ലാതെ സൈഡ് എഫക്റ്റ് ഒന്നും എഴുതി വെക്കരുത്. സൈഡ് എഫക്റ്റ് ചിലർക്ക് സൈഡ് എഫക്റ്റ് എഴുതാറുണ്ട്, ചിലർക്ക് വാക്ക് കിട്ടില്ലെങ്കിൽ ബാഡ് എഫക്റ്റ്, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും എഴുതി വെക്കരുത്, ഇതൊക്കെ തെറ്റാണ് കേട്ടോ, ഒന്നും എഴുതി വെക്കരുത്. സോ അൺപ്ലസന്റ് റിയാക്ഷൻ എഴുതുക. സോ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ഷെൽഫ് ലൈഫിലൊക്കെ, ഷെൽഫ് ലൈഫ് എന്താ? ഷെൽഫ് ലൈഫ് എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം നമുക്ക് എക്സ്പയറി ഡേറ്റ് പറയില്ല, ഇത്ര നാൾക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും, നമ്മൾ ഷെൽഫ് ലൈഫ് എന്ന് പറയാം. അപ്പം ചില സമയത്ത് ഇമ്പ്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീഗ്രഡേഷൻ സംഭവിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം A+B എന്ന് പറയുന്ന റിയാക്ഷനിലൂടെ AB കിട്ടുന്നത് 1 വർഷമാണെന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ ഒരു മരുന്ന് കണ്ടുപിടിച്ചാൽ ആ മരുന്ന് നശിക്കുന്നത് 1 വർഷം കൊണ്ടാണ്. പക്ഷെ ഇമ്പ്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 1 വർഷം എന്നുള്ളത് 3 മാസമൊക്കെ ആവും. അങ്ങനെ പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്ത് പോവാണ് ചെയ്യേണ്ടാവുക. ഓക്കെ, സോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇൻട്രാക്ഷൻ സംഭവിക്കാം, അപ്പോൾ പ്യൂരിറ്റി പൊട്ടൻസിയെ ബാധിക്കാം, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ നേച്ചറിലൊക്കെ നമുക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമുക്കറിയാം. ഇനി ഏതൊക്കെ സ്റ്റേജിലാണ്? സോ മാനുഫാക്ചറിങ്ങിലും പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിങ്ങിലും ആൻഡ് ഡ്യൂറിങ് സ്റ്റോറേജ് സമയത്തൊക്കെ സംഭവിക്കാറുണ്ട്. ഡ്രഗിനകത്ത് എപ്പോൾ വേണമെങ്കിലും ഏത് പോയിന്റ് വേണമെങ്കിലും ഇമ്പ്യൂരിറ്റീസ് കടന്നു പോകാം. സോഴ്സ് ഓഫ് ഇമ്പ്യൂരിറ്റി ഫസ്റ്റ് വൺ ഈസ് റോ മെറ്റീരിയൽ ആണ്. നമ്മൾ വാങ്ങുന്ന റോ മെറ്റീരിയൽ നല്ലതായിരിക്കണം. തുടക്കത്തിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റിൽ ഉണ്ടാവും. ഇൻ ബിറ്റ്വീൻ നമ്മളത് മാറ്റാൻ നടക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാ ഇമ്പ്യൂരിറ്റീസും തുടക്കമേ മാറണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ്.
Okay, so heavy metal chloride associated with sodium compound H2SO4 with CuSO4 and HCl with FeCl. So ഇതിനകത്ത് ഇങ്ങനെയുള്ള കോമ്പൗണ്ട് ഇമ്പ്യൂരിറ്റി ആയിട്ട് കൺസിഡർ നമ്മൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് റിയേജന്റ് ആണ്. റിയേജന്റ് എന്താണ്? നമ്മൾക്കറിയാം, റിയേജൻസ് എന്ന് പറയുന്നത് നമുക്ക് ക്വാളിറ്റി പ്യൂരിറ്റി ഉള്ള റിയേജന്റ് നമുക്ക് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ H2SO4 യൂസ്ഡ് ഇൻ മെനി കെമിക്കൽ പ്രോസസ്, ഒരുപാട് കെമിക്കൽ പ്രോസസ് നമ്മൾ H2SO4 യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ H2SO4 നല്ല പ്യൂർ ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനകത്ത് പ്രശ്നങ്ങൾ സംഭവിക്കും. ഇതൊക്കെ എളുപ്പമാണ്. അതിന്റെ മേജർ പേര് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി നിങ്ങളുടെ കയ്യിൽ നിന്ന് എഴുതാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി സോൾവെന്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന സോൾവെന്റ്, ഓരോ സിംഗിൾ സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്ന സോൾവെന്റും അല്ലെങ്കിൽ ഈവൻ റിയേജന്റ് ആയാലും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകാൻ പാടില്ല. നമ്മളിപ്പോൾ ചില സമയത്ത് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റുമായിട്ട് ഈ സോൾവെന്റ് റിയാക്ട് ചെയ്യും. ചില സമയത്ത് സോൾവെന്റ് എന്ന് പറയുന്നത് ഒരു വെഹിക്കിൾ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ, പായസം കട്ടി കൂടിപ്പോയാൽ പായസത്തിന്റെ കട്ടി ലൂസ് ആക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഈ വെള്ളത്തിന് ഒരു കാരണവശാലും പായസത്തിന്റെ രുചിന്റെയോ മണത്തിന്റെയോ ഗുണത്തിന്റെയോ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. പക്ഷേ ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ഈ സോൾവെന്റ് തന്നെ ഈ പ്രൊഡക്റ്റിന്റെ ഗുണവും മണവും എല്ലാം മാറ്റാറുണ്ട്. അപ്പൊ അത് ഇമ്പ്യൂരിറ്റി നമ്മൾ കൺസിഡർ ചെയ്യും. ഇപ്പൊ ആൽക്കോളിക് സോൾവെന്റ് മേ കണ്ടാമിനേറ്റ് വിത്ത് വാട്ടർ ആൻഡ് ഈഥർ അസറ്റേറ്റ് ക്യാൻ കണ്ടെയ്ൻ അസിറ്റിക് ആസിഡ് ഇൻ സ്മോൾ എമൗണ്ട്. കണ്ടോ, ആൽക്കോളിക് സോൾവെന്റിൽ വെള്ളം ഒഴിക്കുവാണെങ്കിൽ അത് കണ്ടാമിനേഷൻ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ ഈഥിൽ അസറ്റേറ്റിൽ എന്ത് ചെയ്യാറുണ്ട്? അസിറ്റിക് ആസിഡ് സ്മോൾ എമൗണ്ടിൽ ഇമ്പ്യൂരിറ്റി ആയിട്ട് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോൾവെന്റുകളായിക്കോട്ടെ അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു രീതിയിൽ അതിന്റെ കെമിക്കൽ റിയാക്ഷനൊന്നും കയറുന്ന ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇനി റിയാക്ഷൻ വെസൽ, നമ്മൾ ഉണ്ടാക്കുന്ന വെസലുകൾ ഇപ്പം മിക്കവാറും ഒക്കെ ഇരുമ്പിൻ്റെയൊക്കെ വെസലൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ ഓക്സിജനും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സിജൻ സംഭവിക്കുക, അവിടെ ഇമ്പ്യൂരിറ്റി ഒക്കെ ഫോം ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റീല്, അതൊക്കെയാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ അത് വൃത്തിയായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകാൻ പാടില്ല, കണ്ടാമിനേഷൻ ഉണ്ടാവരുത് എന്നുള്ള നമ്മൾ നോക്കേണ്ടതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. ഇനി ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻകംപ്ലീറ്റോ അല്ലെങ്കിൽ സൈഡ് റിയാക്ഷനോ അല്ലെങ്കിൽ ഡീകമ്പോസിഷനോ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് പറയുന്നു. സോ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഇതിൽ ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് പറയുന്ന പോലെ എപ്പോൾ വേണമെങ്കിലും ഇത് വരാം. ഈ ഇന്റർമീഡിയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്പ്യൂരിറ്റി എന്ന് ഡയറക്ട്ലി പറയുകയാണ് ചെയ്യുക കേട്ടോ. In the manufacturing process of potassium iodide, the intermediate iodide is the main impurity. അതുകൊണ്ടോ ഇത് നമ്മൾ പൊട്ടാസ്യം അയോഡൈഡ് ഉണ്ടാക്കുമ്പോൾ ഇന്റർമീഡിയറ്റ് അയോഡൈറ്റ് എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ഇതൊക്കെ സിമ്പിളായ കാര്യമാണ്, അധികമൊന്നും പറയുന്നില്ല. അതിന് ഡിഫക്റ്റ് ഇൻ മാനുഫാക്ചറിങ് പ്രോസസ്സസ്, ചില സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ റിയാക്ഷൻ കറക്റ്റ് അല്ല, പ്രഷർ കറക്റ്റ് അല്ല, ടെമ്പറേച്ചർ കറക്റ്റ് അല്ല, അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ഇത് പ്രശ്നം സംഭവിക്കുന്നു. ഇംപ്രോപ്പർ ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഈ സിങ്ക് ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്യുന്നു, അൺഓക്സിഡൈസ്ഡ് മെറ്റാലിക് സിങ്ക് ഇമ്പ്യൂരിറ്റി ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. റിയാക്ഷൻ കൊടുക്കുന്നുണ്ട്, ഇസറൻ പ്ലസ് O2 ഗീസ് 2 പ്ലസ് ഇസറൻ. ഈ ഇസറനിൽ ഇമ്പ്യൂരിറ്റിയാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ചൂട് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അത് ഇമ്പ്യൂരിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി മാനുഫാക്ചറിങ് ഹസാർഡ്സ് ആണ്. നമ്മൾ പറഞ്ഞതുപോലെ അറ്റ്മോസ്ഫിയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഗ്യാസിലേക്ക് H2S, CO2, SO2 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിനെയും അത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എളുപ്പമല്ലടാ, ഒന്നുമില്ല, എളുപ്പമാണല്ലേ, ഒന്നുമില്ല. ഞാൻ ഒരിക്കൽ ഇത് ഡബിൾ റിപ്പീറ്റേഷൻ ആണ്. ഒരിക്കൽ ഞാൻ എഴുതി പഠിപ്പിക്കുന്നു, പെണ്ണുങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നു. അപ്പം അത് ഡബിൾ റിപ്പീറ്റേഷൻ ആണ്, അത് മനസ്സിലാക്കുക. ഇപ്പൊ കുറച്ച് വെള്ളം കുടിച്ചോ, നമ്മൾ അടുത്തൊരു 1 മണിക്കൂറും കൂടെ കഴിഞ്ഞു. സോ കുറച്ചും കൂടെ വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ആവുക. കണ്ടിന്യൂസ് ആയി എനിക്ക് 1 hour ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ തന്നെ എക്സോസ്റ്റഡ് ആയിട്ട് പോകും. അപ്പം ഇത് കാണുന്ന നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ ഡിഫക്റ്റുകൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് സോഴ്സ് ആണ് പറയുന്നത് കേട്ടോ. സോ ഇമ്പ്യൂരിറ്റീസിന്റെ സോഴ്സസ് ഡ്യൂറിങ് പ്യൂരിഫിക്കേഷൻ, പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, പാക്കിംഗ്. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് അതായത് ഇനി ഏതൊക്കെ സോഴ്സിലൂടെയാണ് പ്യൂരിഫിക്കേഷൻ, പ്രോസസ്സിംഗ്, സ്റ്റോറേജ് സമയത്ത് ഏതൊക്കെ സോഴ്സിലൂടെയാണ് വരിക. ഇത്രയും നമ്മൾ പറഞ്ഞ എന്താണ്, ഏതൊക്കെ സ്റ്റേജിലായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഏതൊക്കെ സ്റ്റേജ് പറഞ്ഞു, ഏതൊക്കെ സോഴ്സിൽ വരുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, അവിടെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രോസസ്സിങ്ങിലും സ്റ്റോറേജിലും പാക്കിങ്ങിലും എന്താണ് ആ സമയത്തൊക്കെ ഏതൊക്കെ സോഴ്സിലൂടെ വരാമെന്നുള്ളതാണ്. അപ്പൊ ഇതും അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ ഇച്ചിരി കൂടെ വ്യക്തമായി പഠിക്കുന്നു. കാര്യം ചില സമയത്ത് ചോദിക്കാം,
എന്താണ് ഈ സ്റ്റോർ ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ സമയത്ത് എന്തൊക്കെ ഇമ്പ്യൂരിറ്റീസ് വരാം എന്നുള്ളത് വേണമെങ്കിൽ എടുത്തു ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നത് കേട്ടോ. സോ നമുക്ക് പ്യൂരിഫിക്കേഷനും പ്രോസസ്സിംഗ് ടൈമിലും എങ്ങനെയൊക്കെയാണ് ഇമ്പ്യൂരിറ്റീസ് വരിക? എങ്ങനെയായിരിക്കാം? റിയേജന്റ് കാരണമാകാം, സോൾവെന്റ് കാരണമാകാം, വെസൽസ് കാരണമാകാം. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. റിയേജൻസ് ഞാൻ പറഞ്ഞല്ലോ, റിയേജൻസ് എന്നാണ് ചില സമയത്ത് റിയേജൻറ്റിൽ തന്നെ ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ ബേരിയം ക്ലോറൈഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് സൾഫേറ്റ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ സൾഫേറ്റോ അങ്ങനെ എന്തെങ്കിലും കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് പ്രശ്നം വരും അല്ലേ. അപ്പോൾ ഇത് എടുത്ത് ചോദിക്കാം കേട്ടോ. ഇനി സോൾവെന്റ്, ഫസ്റ്റ് ഞാൻ പറഞ്ഞതാണ് റിയേജന്റ് പറഞ്ഞു. സെയിം തന്നെയാണല്ലോ, അത് അവിടെ റിപ്പീറ്റ് ചെയ്ത് കോപ്പി ചെയ്ത് എഴുതിയാൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി സോൾവെന്റ് ആണ്. സോൾവെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ചീപ്പസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോൾവെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് വാട്ടർ തന്നെയുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ടാപ്പ് വാട്ടർ. നമ്മളെ ടാപ്പില്ലേ, വെള്ളത്തിൽ കൂടെ നമ്മൾ ടാപ്പിലൂടെ വരുന്ന വെള്ളം, അതിനകത്ത് ചിലപ്പോൾ സോഡിയം കാണാം, കാൽഷ്യം കാണാം, അങ്ങനെ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ഇനി സോഫ്റ്റൻഡ് വാട്ടർ ഉണ്ട്. അതിനകത്ത് എന്ത് കാണാം? അവിടെയും സോഡിയവും കാൽഷ്യവും ഒക്കെ കാണാം. ആൻഡ് ഡീമിനറലൈസ്ഡ് വാട്ടർ ഉണ്ട്. അതെന്ന് വെച്ചാൽ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സുകൾ കാണത്തില്ല, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും കാണില്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി കളഞ്ഞിട്ട് കൊണ്ടുവരുന്നതാണ്. പക്ഷെ ചില സമയങ്ങളിൽ അതിനകത്ത് എന്താണ് സോൾട്ട്, ലൈക്ക് കാർബോക്സിലിക് ആസിഡ് സോൾട്ട് ഒക്കെ ചില സമയത്ത് കാണാറുണ്ട്. കാര്യം ആ സമയത്ത് ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് ചില സമയത്ത് ഇങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസ് ചില സമയത്ത് എപ്പോഴും അല്ല, ചിലപ്പോൾ കാണാറുണ്ട്. പിന്നുള്ളതാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ എപ്പോഴും ബെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാത്ത ഇമ്പ്യൂരിറ്റീസ് കാണില്ല. പക്ഷേ ഇതിന്റെ പ്രശ്നം, ഇതിന്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഈസിലി ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ബിക്കോസ് അതിന്റെ കോസ്റ്റും കാര്യങ്ങളും ഇച്ചിരി കൂടുതലാണ്. അപ്പൊ ടാപ്പ് വാട്ടർ ഉണ്ട്, സോഫ്റ്റൻഡ് വാട്ടർ ഉണ്ട്, ഡീമിനറലൈസ്ഡ് വാട്ടർ ഉണ്ട്, ആൻഡ് ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ട്. സോ ഇനി വെസലിന്റെ കണ്ടാമിനേഷൻ എങ്ങനെയാണ് സംഭവിക്കുക? വെസലിന്റെ കണ്ടാമിനേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഡിഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ വെസൽസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പല റസ്റ്റ്, തുരുമ്പുണ്ട്, അല്ലെങ്കിൽ ഗ്ലാസിന്റെ ഒക്കെ ഭാഗങ്ങളൊക്കെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. അത് നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇത് നമ്മൾ എന്താ പറഞ്ഞത്, ഈ സ്റ്റോറേജ് സമയത്തും പ്രോസസ്സിംഗ് സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. മേ ബി ഇത് എടുത്ത് ചോദിക്കണം. മേ ബി പ്രോസസ്സിംഗിലും സ്റ്റോറേജിലും എന്താണെന്ന് മാത്രം ചിലപ്പോൾ 5 മാർക്കൊക്കെ ചോദിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ സെപ്പറേറ്റ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഇനി പറയാൻ പോകുന്നത് സ്റ്റോറേജിലും പാക്കിങ്ങിലും എങ്ങനെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. അവിടെ എങ്ങനെയാണ് എറേഴ്സ് വരിക? സോ നമ്മൾ പാക്ക് ചെയ്യണ സമയത്തും ഫില്ല് ചെയ്യണ സമയത്തും സീൽ ചെയ്യുന്ന സമയത്തും നമുക്കറിയാം API ഉണ്ട്, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ്. അതിൻ്റെ കൂടെ സബ്സിഡറി ആയിട്ട് കുറേ സംഭവങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട്. കാര്യം റിയേജന്റ് ആയിരിക്കാം, അപ്പം എന്തുവാണ് നമ്മൾ ചേർക്കുക അല്ലെ. അപ്പം നമ്മൾ ഇത് പ്രോപ്പർലി നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ നമ്മളെല്ലാം സ്റ്റോർ ചെയ്തു, സീൽ ചെയ്തു, നമ്മൾ കൊണ്ടുവെക്കുന്ന ടെമ്പറേച്ചർ കൂടിയ സ്ഥലമാണ്. ഇത് പ്രോപ്പർ ടെമ്പറേച്ചർ അല്ല വെക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് അത് പ്രശ്നം വരും അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അത് മാത്രമല്ല, ഫോൾട്ടി പാക്കേജിങ്. പ്രോപ്പറായിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നില്ല. പപ്പടമൊക്കെ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ സീൽഡ് പേപ്പറിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് വെള്ളം കയറി വരികയും അല്ലെങ്കിൽ അത് സീല് പൊട്ടിപ്പോവുകയും സീലിനകത്ത് ഇരിക്കാതെ കണ്ടേജിയസ് ആയിട്ട് കണ്ടാമിനേഷൻ സംഭവിക്കുകയും അങ്ങനെയൊക്കെ സംഭവിക്കുക. ചിലപ്പോൾ നമ്മളെല്ലാം പ്രോപ്പർലി എല്ലാം ചെയ്യും, ഉണ്ടാക്കുന്ന എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യും. പക്ഷേ സീലിങ്ങിന്റെ ഇഷ്യൂ കാരണം ഈ സീലിനകത്തൂടെ വെള്ളം കടന്നു വരിക അല്ലെങ്കിൽ പൊടി കടന്നു വരിക, അത് കാരണം ഇതിനകത്തുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നശിച്ചു പോകും. അങ്ങനെ സംഭവിക്കാം. അതിലൊരു എക്സാമ്പിളാണ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ. ഇപ്പൊ വെള്ളമൊക്കെ ഉള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ വെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ കണ്ടാമിനേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കണ്ണി ഒഴിക്കുന്ന ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ് ഇല്ലേ, അത് 1 മാസത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കില്ല. അതിന് റീസൺ എന്താണെന്നറിയോ? കാരണം വെച്ചാൽ നമ്മൾ പറയും ഒരൊറ്റരാൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ സ്റ്റെറൈലായിരിക്കണം. നമ്മൾ കണ്ണാകത്ത് നമ്മൾ സംഭവങ്ങൾ ഒഴിക്കുന്നു, അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് ആണ്, അതൊക്കെ സ്റ്റെറൈലായിരിക്കണം. കാര്യം എന്താണ്, ഒരു കാരണവശാലും മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. അത് മൈക്രോബിയൽ കണ്ടാമിനേഷൻ മാത്രമല്ല, അതിനകത്ത് എന്താകാൻ പാടില്ല, ഇമ്പ്യൂരിറ്റീസും ഉണ്ടാവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇമ്പ്യൂരിറ്റീസിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് പോവുകയാണ്.
ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പഠിച്ചു വെക്കുക, ഇത് മാത്രമായിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇമ്പ്യൂരിറ്റി പ്രോസസ്സിംഗ് സമയത്തൊക്കെ എപ്പോഴാണെങ്കിലും റിയേജന്റ് വഴിയിട്ടോ സോൾവെന്റ് വഴിയിട്ടോ വെസൽ വഴിയിട്ടോ ഒക്കെ വരാം. അപ്പം റിയേജന്റ് യൂസ്ഡ് ഫോർ റിമൂവിങ് അതർ ഇമ്പ്യൂരിറ്റി. സോ നമ്മൾ മറ്റുള്ള ഇമ്പ്യൂരിറ്റീസ് എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ റിമൂവ് ചെയ്യാം. സംടൈംസ് സം കെമിക്കൽസ് ആർ ആഡ് ടു റിമൂവ് അതർ precipitant or to precipitate another substance. This may also rise to impurity. ചില സമയങ്ങളിൽ ചില സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റിയേജൻസ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഗീവ്സ് എക്സ് വൈ. ഓക്കെ, ഇതിൽ ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ല, എക്സ് വൈ പ്ലസ് ഇതാണ്. അപ്പൊ ഇസഡിന് നമുക്ക് എന്ത് ചെയ്യണം, പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കൊണ്ടുവരണം. നമുക്ക് എന്ത് ചെയ്യണം, അതിന് ഒഴിവാക്കണം. അപ്പൊ ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് റിമൂവ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യുന്നു, പ്രോപ്പർലി പ്രസിപ്പിറ്റേറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പർലി എന്ത് ചെയ്യുന്നില്ല, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ്സ് ഓൾസോ കൺസിഡേഴ്സ് എൻ ഇമ്പ്യൂരിറ്റി. ഇവിടെ നിങ്ങൾ അങ്ങനെ എഴുതുന്ന നിർബന്ധം ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ റിയേജന്റ് പഠിച്ചില്ല, അതിന് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. ഇനി ബേരിയം ക്ലോറൈഡ് ഇസ് ആഡഡ് ടു റിമൂവ് എക്സസ് സൾഫേറ്റ് ഇൻ അലുമിനിയം ക്ലോറൈഡ്. സോ നമ്മൾ AlCl3 അലുമിനിയം ക്ലോറൈഡ് നമുക്ക് സൾഫേറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബേരിയം ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഹെൻസ് Al3 is likely to be contain barium as a impurity. സോ എന്താണ്, ഇതിനകത്ത് ബേരിയം എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റി ആയിട്ട് കാണാറുണ്ട്. AlCl3 എന്ത് ചെയ്യാറുണ്ട്, ഇമ്പ്യൂരിറ്റി ആയിട്ട് ബേരിയം നമുക്ക് കാണാറുണ്ട്. സോ ഇങ്ങനെയുള്ള എക്സാമ്പിളൊക്കെയാണ്, എളുപ്പമാണ്. ഇനി സോൾവെന്റ് യൂസ് പ്രോസസ് ഓഫ് പ്യൂരിഫിക്കേഷൻ. സോ നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചില സമയത്ത് ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളമാണ് നമ്മുടെ സോൾവെന്റ് അല്ലേ. ഈ സോൾവെന്റ് നമുക്ക് എന്തുണ്ട്, ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഇമ്പ്യൂരിറ്റീസ് മേ ബി ഉണ്ടാകാം. അതിൽ തന്നെ നമുക്ക് ടാപ്പ് വാട്ടർ, സോഫ്റ്റൻഡ് വാട്ടർ, ഡീമിനറലൈസ്ഡ് വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലേ, നമുക്ക് ഇത്രയും ടൈപ്പ് ഓഫ് വാട്ടേഴ്സ് ഉണ്ട്. സോ അതിനകത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ കാൽഷ്യം, മഗ്നീഷ്യം, ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ കോമൺലി ഉള്ളത് പഠിക്കുക. ടാപ്പ് വാട്ടർ ആണെങ്കിൽ സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം. സോഫ്റ്റൻഡ് ആണെങ്കിലും സോഡിയം, കാൽഷ്യം ഉണ്ടാവാറുണ്ട്. ഡീമിനറലൈസ്ഡ് ആണെങ്കിൽ ഇനോർഗാനിക് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാറില്ല, പക്ഷെ എന്തുണ്ട്, കാർബോക്സിലിക് ആസിഡ് പോലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാറുണ്ട്. ഡിസ്റ്റിൽഡ് വാട്ടർ ആണെങ്കിൽ എന്താണ്, ബെസ്റ്റ് ആണ്, പക്ഷെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, കോസ്റ്റ് ഭയങ്കര കൂടുതലാണ് എന്നുള്ളതാണ്. എളുപ്പമില്ലടാ, ഒന്നുമില്ല, സിമ്പിളാണ് അല്ലേ. ഇനി പറയാൻ പോകുന്നത് വെസൽസിന്റെ കാര്യമാണ്. സോ വെസൽസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എക്സാമ്പിൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളൊക്കെ ഒരുപാട് എക്യുപ്മെന്റ്സ് നമ്മൾ ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഈ എക്യുപ്മെന്റ്സ് പ്രോപ്പർലി ക്ലീൻ ചെയ്തിട്ടില്ല, ഇതിന് മുന്നേ ഉപയോഗിച്ച സംഭവങ്ങൾ ഇനി ഇപ്പോഴും ഇരിപ്പുണ്ട്, അത് പ്രോപ്പർലി പ്യൂരിഫൈ ചെയ്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ നല്ലപോലെ ബാധിക്കും. അത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ഡ്യൂറിങ് സ്റ്റോറേജ് ആൻഡ് പാക്കേജിംഗ് ആണ്. പ്രോപ്പർലി നമ്മൾ പാക്ക് ചെയ്യുന്നില്ല, ഫില്ല് ചെയ്യുന്നില്ല, സീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അറ്റ്മോസ്ഫിയർ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടും. അങ്ങനെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും, ക്വാളിറ്റിയിലൊക്കെ പ്രശ്നം വരും. ഇഫ് അലുമിനിയം ഫോയിൽ യൂസ് ടു ടാബിൾ സ്ട്രിപ്പ് ഓർ ക്യാപ്പ് യൂസ്ഡ് ഫോർ ലിക്വിഡ് ഫോർമുലേഷൻ ബോട്ടിൽ ഇൻ സബ്സ്റ്റൻറ്റ് ക്വാളിറ്റി ഇറ്റ് ക്യാൻ ആഡ് ടു ദി ഇമ്പ്യൂരിറ്റി. സോ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രിപ്പ് ആയിക്കോട്ടെ, ഉപയോഗിക്കുന്ന ഫോയിൽസ് ആയിക്കോട്ടെ, അത് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ അത് നല്ല സീൽഡ് അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരുപാട് പ്രശ്നം സംഭവിക്കാം. ഇനി ഫാൾട്ടി പാക്കേജിങ് പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം ഇപ്പം പണ്ടത്തെ പോലെയല്ല, ഓട്ടോമേറ്റ് പ്രോസസ്സാണ്. അല്ലെങ്കിൽ നമ്മൾ മരുന്നെല്ലാം കൂടെ ഇട്ട് കൊടുത്താൽ ലാസ്റ്റ് എത്തുമ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സംഭവം കിട്ടും. പക്ഷേ പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് എപ്പോഴും ഒരു കംപ്ലീറ്റ് സീലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം ചില സമയങ്ങളിൽ ഈ നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഓട്ടോമാറ്റിക്കലി ഫോൾട്ടി പാക്കേജിങ് സംഭവിക്കാറുണ്ട്. ഈവൻ ഓട്ടോമേറ്റ് മെഷീൻസിൽ പോലും സംഭവിക്കാറുണ്ട്. പ്രോപ്പർലി സീല് വന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പർലി ചെയ്യുന്നത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ബാധിക്കാം. സോ നൗ ഡേയ്സ് മോസ്റ്റ് ഓഫ് ദ പാനൽ പ്രൊഡക്റ്റ് ആർ ഇൻ പോളിമർ കണ്ടെയ്നർ യൂസിങ് ഫോം ഫിൽഡ് സീൽ. അതായത് ഇപ്പം ഈ പാരലൽ പ്രൊഡക്റ്റ് വെച്ചാൽ നമ്മൾ ഞരമ്പിലൂടെ കടത്തിവിടും, വെയിൻസിലൂടെ കടത്തിവിടുന്ന സാധനങ്ങളെയാണ് നമ്മൾ പാരലൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഡയറക്ട്ലി സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തുന്നു. അപ്പം ഇപ്പം ഈ പാരലൽ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്താണ്, ഫോം ഫിൽ സീൽഡ് പ്രോസസ്സിലൂടെയാണ്, വിച്ച് ഇൻവോൾവ് പ്രോപ്പർ ഹീറ്റിംഗ്, ഫില്ലിംഗ്, സീലിംഗ് ആൻഡ് കൺജീലിംഗ് സൈക്കിൾ. എനി ചേഞ്ച് ഇൻ പ്രോസസ് പാരാമീറ്റർ ക്യാൻ ബി അസറസ്. അതായത് ഇതിന് ഓരോ പാരാമീറ്റർ ഉണ്ട്. ഹീറ്റ് ആണെങ്കിൽ ഇത്ര ടെമ്പറേച്ചർ ഉണ്ടാവണം, സീൽ ചെയ്യുവാണെങ്കിൽ ഇത്ര സമയം കൊണ്ട് സീൽ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ചേഞ്ചുകൾ വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നല്ലപോലെ ബാധിക്കാറുണ്ട്. ആൻഡ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ പറഞ്ഞു, വെള്ളമൊക്കെയാണ് കൂടുതൽ വരുമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫംഗൽ ഗ്രോത്ത് ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇംപ്രോപ്പർ സ്റ്റോറേജ്, പ്രോപ്പറായിട്ട് ഹീറ്റിലല്ല ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ചാൻസുകൾ ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് പ്രോപ്പർ പാരാമീറ്റേഴ്സ് നമ്മൾ എപ്പോഴും വെക്കണം. അതുകൊണ്ട് തന്നെ സ്റ്റെറിലിറ്റി ടെസ്റ്റുകൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം,
ചെയ്യേണ്ടി വരും. ഇപ്പം എക്സാമ്പിൾ നമ്മൾ എല്ലാം ചെയ്തു, റോ മെറ്റീരിയൽ വാങ്ങി പ്രൊഡക്റ്റുകളെല്ലാം സെറ്റാക്കി സാധനം ഉണ്ടാക്കി ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി, നമ്മൾ വിചാരിക്കണം ഇമ്പ്യൂരിറ്റി ഇല്ല ഒരു പ്രശ്നമില്ല. അങ്ങനെയല്ല. ഇത് ഉണ്ടാക്കിയ നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഈ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇറ്റ്സ് വെരി വെരി ഈസി സാധനമാണ്. ഓക്കെ, ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്, ബിക്കോസ് ഇപ്പം തന്നെ 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനിയുള്ളത് എന്താണ്? ഒഫീഷ്യൽ മെത്തേഡ് ഓഫ് ടെസ്റ്റ് ഫോർ പ്യൂരിറ്റിയിൽ നമുക്ക് ഒരുപാടുണ്ട്. ക്ലോറൈഡ് പഠിക്കാനുണ്ട്, ടെസ്റ്റിൻ്റെ പഠിക്കാനുണ്ട്, സൾഫൈന് ലിമിറ്റ് ടെസ്റ്റ് ഉണ്ട്, ആൻഡ് അയണിൻ്റെ ലിമിറ്റ് ടെസ്റ്റ് ഉണ്ട്, ആഴ്സനിക്ക്, അങ്ങനെ കുറച്ച് ഹെവി മെറ്റൽസും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പം പഠിപ്പിക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഇപ്പം തന്നെ നമുക്ക് 1 മണിക്കൂറായി. 2 പാർട്ടായിട്ട് പോകുന്നതായിരിക്കും മച്ച് ബെറ്റർ എന്ന് തോന്നുന്നു. കാര്യം ഇത് ഒരു പാർട്ട് തന്നെയായിട്ട് നമുക്ക് പോയിട്ടുണ്ട്. ഇനി ഒരു പാർട്ടും കൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് പഠിക്കാൻ പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇപ്പം നോട്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ആപ്പിലൂടെ. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ആപ്പിനകത്ത് തന്നെ ഈ നോട്ടുകളെല്ലാം ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അവിടെ നിങ്ങൾക്ക് നോട്ട് കാണാം. നിങ്ങൾ ടെലഗ്രാമിൽ കാണാം. ആപ്പിൽ ഡൗൺലോഡ് വെച്ച് നിങ്ങൾക്ക് പിന്നെ അത് യൂസ് ചെയ്ത് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അങ്ങനെ യൂസ് ചെയ്യുക. ക്ലാസ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് നമുക്ക് അയച്ചു കൊടുക്കുക. ബിക്കോസ് അവർക്കും അറിയണം ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെന്ന്. പിന്നെ നമുക്ക് എക്സാം സമയത്ത് നമ്മൾ റിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത് നമുക്ക് ക്യാപ്സുൽ ബാച്ച് ഉണ്ട്. ഇത് പെയ്ഡ് വേർഷൻ ആണ്. താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വി വിൽ ഹെൽപ്പ് യു ഔട്ട്. ഓക്കെ, സോ ഇതൊരു എളുപ്പമുള്ള ഭാഗമാണ്, അധികം ഒന്നും പഠിക്കാനില്ല. പിന്നെ നിങ്ങളൊരു ഫസ്റ്റ് എൻട്രി പോയിന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരും, ഒരുപാട് ഡൗട്ട് വരും. ബട്ട് സ്റ്റിൽ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ മച്ച് ബെറ്ററിൽ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ക്ലാസ് തരുന്നത്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നോട്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക. ഒരുപാട് വർക്കുകളുണ്ട്. ഇത് പെയ്ഡ് വേർഷൻ പോലും അല്ല. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബെനിഫിറ്റ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.